എത്താനുള്ള പ്രയാസം നിങ്ങൾക്കറിയാം. മാഹി മുതൽ വടകര വരെയുള്ള റോഡിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേരാൻ വൈകിപ്പോയത്. അതിൽ നിങ്ങൾക്കുണ്ടായ പ്രയാസത്തിൽ ഞാൻ നിർവ്യാജം ക്ഷമ ചോദിക്കുന്നു. ഏതായാലും സരിത സിസ്റ്ററുടെ സ്കൂളിൽ വീണ്ടും ഒന്നുകൂടി വരാൻ പറ്റിയത് വളരെ സന്തോഷം. സിസ്റ്റർ എന്റെ നാട്ടിലെ സെന്റ് സേവിയേഴ്സ് സ്കൂളിൽ HM ആയി പ്രവർത്തിക്കുമ്പോൾ എന്റെ മകൻ അവിടെ പഠിക്കുന്നത് കൊണ്ട് മാത്രമല്ല, അതിനു മുമ്പും ഞാൻ ആ സ്കൂളുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവിടുത്തെ PTA സകല പരിപാടികളിൽ ഞാൻ പോകാറുണ്ട്. അപ്പോ അത്തരത്തിൽ അവിടെ സെന്റ് സേവിയേഴ്സിൽ സരിത സിസ്റ്ററുടെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്റെ മകനെ ചേർത്തതിൽ എനിക്ക് ഒരു അല്പം പോലും പ്രയാസമില്ല. മാത്രമല്ല വളരെ അഭിമാനമുണ്ട്. അതിന്റെ ഗുണം അവന്റെ ജീവിതത്തിൽ ഇപ്പോൾ കാണുന്നു. ഏതായാലും അതിൽ വളരെ സന്തോഷമുണ്ട്. സരിത സിസ്റ്ററുടെ ഒരു ചടുലവും വളരെ ഒരു അനുഭവം പറയാം. അവിടുത്തെ ഒരു കലോത്സവം നടക്കുക, സ്കൂളിന്റെ വാർഷികോത്സവം നടക്കുമ്പോ അവിടെ 2 ടീമായിട്ട് ചോറ. നാട്ടുകാർ ചോറ. പല നാട്ടുകാരും പല PTA-ക്കാരും ആരും പോയി പറഞ്ഞിട്ടും ആരും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. ആരും സരിത സിസ്റ്റർ ഒരു വരവ് വന്നിട്ട് എന്താണ് വേണ്ടത് പറഞ്ഞിട്ട് ഒരു ഓട്ടം നടത്തിയോടുകൂടി എല്ലാം തോന്നുന്നു. അതിന് അങ്ങനെ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു സിസ്റ്ററാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഈ വിദ്യാലയത്തിൽ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റി എന്നതിൽ നിങ്ങൾക്ക് അഭിമാനിക്കും. ഇനി ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്ര ഇഷ്ടകരമായ കാര്യമല്ല ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഇഷ്ടകരമായ നിങ്ങളെ സോപ്പിട്ട് നിങ്ങളങ്ങനെ വലിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് വലിയ നിങ്ങൾക്ക് പോകുമ്പോ സന്തോഷം ഉണ്ടാവും എന്നല്ലാതെ അതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പുതിയ കാലഘട്ടത്തിലെ രക്ഷകർത്തൃത്വം എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിക്ക് നിങ്ങൾ ആദ്യം സ്വയം സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്യൽ SWOT 4 അക്ഷരങ്ങൾ. അതാണ് സോർട്ട്. എസ് എന്ന് പറയുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും സ്ട്രെങ്ത് എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് എന്തൊക്കെ ഗുണമുണ്ട്, നിങ്ങളുടെ മക്കൾക്ക് എന്തൊക്കെ ഗുണമുണ്ട് എന്ന് നിങ്ങൾ ആദ്യം പഠിക്കണം. രണ്ടാമത് W എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും വീക്ക്നെസ് എന്തെന്ന് പഠിക്കണം. മൂന്നാമത്തത് നിങ്ങൾക്കും മക്കൾക്കും ലഭിക്കുന്ന ഈ സ്ട്രെങ്തിനെ ശക്തിപ്പെടുത്താനും വീക്ക്നെസ്സിനെ ഇല്ലാതാക്കാനും ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്തെന്ന് തിരിച്ചറിയണം. എന്നാൽ ഇതൊന്നുമല്ലാതെ നമ്മളാൽ നേരെയാക്കാൻ പറ്റാത്ത ചില വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ത്രെറ്റ് ഉണ്ടാവും, ഭീഷണികൾ ഉണ്ടാവും. ആ ചാലഞ്ച്, ആ വെല്ലുവിളികൾ, ആ ഭീഷണികൾ, അതിനെ നേരിടുവാനുള്ള കരുത്ത് നിങ്ങൾക്കും ഉണ്ടാവണം, നിങ്ങളുടെ മക്കൾക്കും. ഇത്തരത്തിൽ തോട്ട് അനാലിസിസ് നടത്തിയിട്ട് മാത്രമേ നിങ്ങൾക്കൊരു നല്ല രക്ഷകർത്താവാകാൻ കഴിയൂ. നല്ല രക്ഷകർത്താവ് എന്ന് പറഞ്ഞത് നല്ല ഭക്ഷണം കൊടുക്കുന്നവനല്ല, നല്ല വസ്ത്രം കൊടുക്കുന്നവനല്ല, നല്ല സ്കൂളിൽ ചേർക്കുന്നവനല്ല, നല്ല ഫീസ് കൊടുക്കുന്നവനല്ല. നല്ല രക്ഷകർത്താവ് ഇതെല്ലാം ചെയ്തത് കൊണ്ടാകുന്നില്ല. നിങ്ങളൊരു അച്ഛനോ അമ്മയോ ആകുന്നതോടെ നിങ്ങളുടെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതോടെ നിങ്ങൾ രക്ഷകർത്താവാകാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. കുട്ടി വളർന്നു വരുമ്പോൾ അതിനാനുപാതികമായി നിങ്ങൾ വളരാതിരിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ, സംഘർഷങ്ങളാണ് നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന 90% പ്രശ്നങ്ങളും. പക്ഷെ നിങ്ങളല്ല എന്ന് വരുത്താതിരിക്കാൻ നിങ്ങൾ ചൂണ്ടും. സർക്കാരാണ് പ്രശ്നം, കരിക്കുലമാണ് പ്രശ്നം, ഇന്നത്തെ നാട്ടുകാരാണ് പ്രശ്നം, ചാനലാ പ്രശ്നം, മൊബൈൽ ഫോണാ പ്രശ്നം. എല്ലാം ഇങ്ങനെ ചൂണ്ടുക. നിങ്ങൾ തട്ടി അങ്ങോട്ടേക്ക് ഇട്ടു കൊടുക്കുക. വില്ലേജ് ഓഫീസറുടെ ഇന്റർവ്യൂ, ഷോർട്ട് ലിസ്റ്റിൽ 3 ആള് വന്നു. ഒരാൾക്ക് ജോലി കിട്ടും, 3 ആള് ഇന്റർവ്യൂവിൽ പോയി. ഒരാൾക്ക് ജോലി കിട്ടി, 2 ആൾക്ക് ജോലി കിട്ടിയില്ല. ജോലി കിട്ടിയവൻ ജോലി കിട്ടാത്ത 2 ആൾക്ക് ഒരു പാർട്ടി വെച്ചു. ആ പാർട്ടിയിൽ വെച്ചിട്ട് ഇവർ പരസ്പരം ചോദിച്ചു, ഇന്റർവ്യൂവിൽ എന്താ ചോദിച്ചത്?
മൂന്നാളോട് ഒറ്റ ചോദ്യം ചോദിച്ചു, നീ വില്ലേജ് ഓഫീസറായിരിക്കുമ്പോ ആ വില്ലേജിന്റെ പരിധിയിലെ പുഴയിൽ ഒരു ശവം വന്നടിച്ചെങ്കിൽ നീ എന്ത് ചെയ്യും? ജോലി കിട്ടാത്ത ആളോട് എന്താ നീ മറുപടി പറഞ്ഞെന്ന് ചോദിച്ചു. ഒരാൾ പറഞ്ഞു, ഞാൻ അതിനെ പോലീസിൽ അറിയിക്കും, ഫയർ സർവീസിനെ വിളിച്ചിട്ട് അതിനെ കരക്കെത്തിക്കും. രണ്ടാമത്തെ പറഞ്ഞു, ഞാൻ ഉടനെ തഹസിൽദാറെ വിളിക്കും, എന്നിട്ട് പോലീസിനെ വിളിക്കും, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഏർപ്പാട് ചെയ്യും. രണ്ടാൾക്കും ജോലി കിട്ടിയില്ല. ജോലി കിട്ടിയവനോട് ചോദിച്ചു, നീ എന്താ മറുപടി പറഞ്ഞു? അവൻ പറഞ്ഞത്, ഞാൻ ഓടിപ്പോയി ആള് വരുന്നതിന് മുമ്പ് ഒരു കമ്പെടുത്ത് തള്ളിയൊക്കെ വിടും, അടുത്ത വില്ലേജിലേക്ക് ഒഴുക്കി വിടും, എന്നാ അടുത്ത വില്ലേജ് ഓഫീസർ അതിന് ജോലി കിട്ടി എന്നൊരു കഥയിൽ. നമ്മൾ മലയാളികളുടെ എല്ലാം പ്രശ്നം അവനവന്റെ ഉത്തരവാദിത്വം മുഴുവൻ തട്ടി വേറാളെ തലയിലാക്കല. നിങ്ങളുടെ വീട്ടിൽ ഒരു ഗ്ലാസ് പൊളിഞ്ഞു എന്ന് വിചാരിക്കും, പൊളിയുന്ന ഒച്ച കിട്ടും. കുറച്ചു നേരം കാക്കുക, അവിടെ ഒരു ബഹളവും ഇല്ലെങ്കിൽ മനസ്സിലായിക്കൊള്ളുക അത് ആ വീട്ടിലെ അമ്മേന്റെ കയ്യിൽ നിന്നാണ് കുത്തി. മാത്രമല്ല അത് അമ്മേന്റെ കുറ്റമല്ല, ഗ്ലാസിന്റെ ഈ വിവാഹം കഴിക്കുന്നത് എന്തിനാ ചോദിച്ചാൽ കുറ്റങ്ങൾ ആരോപിക്കാനാണ്. എന്റെ ദൗർബല്യങ്ങളെല്ലാം നിന്റെ തകരാറ് കൊണ്ടാ ഉണ്ടായെന്ന് ഭാര്യയോടും, ഭാര്യയുടെ ദൗർബല്യങ്ങൾ അതിന്റെ കുറ്റം ഭർത്താവിനോട് പറഞ്ഞിട്ടില്ല. ആരെങ്കിലും തലയിലിട്ടാൻ തലയിലിടാൻ വേണ്ടിയാ കല്യാണം കഴിക്കുന്നത്, മനസ്സിലായോ? ആരെങ്കിലും തലയിലിട്ട് ആശ്വസിക്കണ്ടേ? അതാണ്. അത് നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട കേട്ടോ. എന്തിനും നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോ, ഭർത്താവ് നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോ ഭാര്യ മനസ്സിലാക്കേണ്ടത്, എന്നെ അത്ര വിശ്വാസമുണ്ട്, ഞാനല്ലേ അയാളുടെ പ്രയാസങ്ങളുടെ അത്താണി. എന്റെ തലയിൽ വെച്ചിട്ട് അയാൾ ആശ്വസിക്കല്ലേ? അതുപോലെ ഭർത്താവിന്റെ തലയിൽ വെച്ചിട്ട് ഭാര്യ ആശ്വസിക്കല്ലേ? നല്ല ഭാര്യയും ഭർത്താവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തും, നല്ലതാണ്. മനസ്സിലായോ? നമ്മുടെ ശീലമാണ് തട്ടിവിടുക, അപ്പുറത്തേക്കാക്കുക, നമ്മൾ ചെയ്യേണ്ടതൊന്നും ചെയ്യാതിരിക്കുക. ഇതാണ് ഇപ്പൊ കേരളത്തിലെ രക്ഷകർത്തൃ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മുടെ കുട്ടിയുടെ തകരാറ് മുഴുവൻ മറ്റാരോട് ഉള്ള കുഴപ്പമാണ് എന്ന് നമ്മൾ ഒന്നുമല്ല. ഞാനൊരു മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു, താഴെ ഏൽപ്പിച്ചു, ഓഫീസിൽ ഏൽപ്പിച്ചു. എന്നിട്ട് ഞാൻ ക്ലാസ് എടുത്ത് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ തരണമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോകുമ്പോൾ ആ മൊബൈൽ ഫോണ് മേശയിൽ തട്ടി താഴെ വീണിട്ട് അതിന്റെ സ്ക്രീന് പൊട്ടിപ്പോയി. ആ പൊട്ടിപ്പോയതിന് ഉത്തരവാദി ഏൽപ്പിച്ച ഞാനാണോ ഏറ്റുവാങ്ങിയ ഓഫീസ് ക്ലർക്കാണ്? ഞാനല്ലല്ലോ, ഓഫീസ് ക്ലർക്കല്ലേ. ഈ മൊബൈൽ ഫോൺ പോലെ നല്ല സിസ്റ്റമുള്ള ഒരു സംവിധാനമാണ് നിങ്ങൾക്ക് തന്നത്. ആര്? പ്രകൃതിയോ, ഭർത്താവോ, പടച്ചോനോ, ദൈവമോ, ബ്രഹ്മാവോ ആരോ തന്നു. നല്ല സിസ്റ്റം അല്ലേ? ഈ മനുഷ്യ ജന്മം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത നിന്നു ഒരത്ഭുത ജീവിതമല്ലേ നമ്മുടെ കുട്ടികളോട് പറയണം കേട്ടോ. ഈ ജീവിതം വല്ലാത്ത ഇങ്ങനെ ആയിപ്പോയല്ലോ ഒന്നും പറയരുത്. പക്ഷിമൃഗാദികൾ ഒന്നും തന്നെ യേശുദാസിന്റെ പാട്ട് കേൾക്കാൻ പറ്റും. ചെന്നായ്ക്കളെ പോലും പുള്ളിമാനാക്കുന്ന നിൻ പ്രേമ മുന്തിരി പൂക്കൾ എന്ന് പാട്ട് കേട്ടിട്ട് അത് ആസ്വദിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ജീവജാലം ലോകത്തിൽ ഉണ്ടോ? നമുക്ക് പാടാനും പാട്ട് കേൾക്കാനും നൃത്തം ചെയ്യാനും കഥ പറയാനും കഥ കേൾക്കാനും മറ്റേതൊക്കെ ജീവജാലങ്ങൾ ഇങ്ങനെ കുഴിമന്തി തിന്നിട്ടുണ്ടോ? ബിരിയാണി തിന്നിട്ടുണ്ടോ? അവരെല്ലാം പച്ചയിലല്ലേ തിന്നുന്നു. നമ്മളൊക്കെ അല്ലേ പാചകം ചെയ്തിട്ട് ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു അല്ലെ? നമുക്കല്ലേ ഓർമ്മകളെ അയവിറക്കിക്കൊണ്ട് ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം അല്ലേ? നമുക്കേ ഉള്ളൂ ഇങ്ങനെ കുടുംബ ബന്ധത്തിൽ അച്ഛൻ, അമ്മ, സ്നേഹം, സഹോദരൻ, സഹോദരി, അമ്മാവൻ, അമ്മായി, വല്യമ്മ, ചിറ്റ, ഓപ്പോള്, എത്ര ബന്ധങ്ങളാ അവര് തമ്മിലുള്ള ബന്ധം. ഇതൊക്കെ വേറെ ആയിരിക്കുന്നുണ്ടോ? ഒരു പൂച്ച വെച്ച, പശു വെച്ച, മുലയൂട്ടൽ കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് അമ്മേന്റെ ചിന്തയുണ്ടാ? അങ്ങനെ മനുഷ്യനായി ജനിച്ചു എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റിയുടെ സാധ്യത ഉപയോഗിക്കേണ്ടത് മറ്റു പക്ഷിമൃഗാദികൾ തിന്നും പോലെ തിന്നിട്ടല്ല, ഉറങ്ങും പോലെ ഉറങ്ങിയിട്ടല്ല, വിസർജിക്കും പോലെ വിസർജിച്ചിട്ടല്ല, സന്താനങ്ങളെ ഉത്പാദിപ്പിച്ചിട്ടുമല്ല.
മനുഷ്യന്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു സുന്ദര ജീവിതമാണ്. ഈ ശരീരത്തിന്റെ ഘടന തന്നെ അത്ഭുതമല്ലേ? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് നമ്മൾ ആരോടും ചോദിക്കാതെ ഒരു ഉത്തരം നമ്മുടെ സൃഷ്ടിയിൽ തന്നെ തന്നില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട അവയവത്തെയാണ് ഏറ്റവും ഉറപ്പുള്ള എല്ല് കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. ഏറ്റവും ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള എല്ല് തലയോട്ടിയാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാ? തലച്ചോറാണ് അല്ലേ? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഏറ്റവും അപ്രധാനമായ അവയവം ഏതാ? എല്ല് കൊണ്ട് പൊതിയാതെ വെറും ഇറച്ചി മാത്രമാക്കി വെച്ചിരിക്കുന്ന വയറാ. ഇതാണ് അപ്രധാനമായ അവയവം. അപ്പൊ ഈ ചോറിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് നോക്കിയിട്ടാണ് നിങ്ങൾ മനുഷ്യനാണോ മൃഗമാണോ തീരുമാനിക്കുക. ഈ ചോറിന് പ്രാധാന്യം കൊടുക്കുന്ന ജീവിതമല്ല മനുഷ്യൻ്റെത്, ഈ ചോറിനാണ്. ഈ ലോകത്തിന്റെ നിറങ്ങൾ കാണാൻ പറ്റുന്ന പശുവിനെല്ലാം നിറവും കാണാൻ പറ്റില്ല, അറിയുന്നു. എന്നാൽ നമുക്ക് 7 നിറങ്ങളും ആ 7 നിറങ്ങളെ മിക്സ് ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന് നിറങ്ങളും കണ്ടിട്ട് അതിന്റെ നിറം ആസ്വദിക്കാനുള്ള കണ്ണ് തരുമ്പോ ആ കണ്ണ് എല്ലുകൊണ്ടുണ്ടാക്കിയ കണ്ണാണെങ്കിൽ പ്രകാശരശ്മികൾ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് അത്രയും സുതാര്യമായിരിക്കുന്ന മൃദുലമായിരിക്കുന്ന കോശങ്ങൾ കൊണ്ട് കണ്ണായതുകൊണ്ട് എളുപ്പത്തിൽ മുറിവേൽക്കാനും ആപത്ത് പറ്റാനും സാധ്യതയുള്ളത് കൊണ്ട് നെറ്റിയുടെ എല്ലും കവിളെല്ലും ഉയർത്തി അതിന്റെ നടുക്ക് 2 കുഴി വെച്ചിട്ട് ആ കുഴിയിൽ കൊണ്ടുപോയി വെച്ച് തന്നില്ലേ കണ്ണ്? എന്തൊരു ഔചിത്യമാണ്! ആ കണ്ണിൽ അഥവാ എന്തെങ്കിലും വന്ന് അടിക്കുമ്പോ ഈ 2 എല്ലിന് തട്ടിയിട്ട് അങ്ങ് ഉള്ളിലേക്ക് തട്ടാതിരിക്കാൻ ആ കണ്ണങ്ങ് കുഴിയിൽ വെച്ചത് മാത്രമല്ല, ആ കണ്ണിൽ എന്തൊക്കെ പൊടി വരുമ്പോ കൈകൊണ്ട് തടയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ലോകത്തിൽ ആദ്യത്തെ ഓട്ടോമാറ്റിക് ഷട്ടർ കൺട്രോളിയാ അല്ലെ? നമ്മൾ പറയണ്ടല്ലോ കണ്ണ് പൂട്ടാൻ, അത് ഓട്ടോമാറ്റിക്കായി പൂട്ടിക്കോളും. ആ കണ്ണിലേക്ക് മേലേന്ന് പൊടി താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് 2 കണ്ണിന്റെയും മേലെ സൺഷെയ്ഡ് പുല്ല് വെച്ച് പിടിപ്പിച്ചു തന്നില്ലേ? കുരികം അത് പൊരിച്ചു മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനുണ്ട് എല്ലാം മക്കളോട് പറയണോ? പൊടി താഴോട്ട് വരാതിരിക്കാൻ. ആ കണ്ണിൽ അഥവാ എന്തെങ്കിലും പൊടി കയറി പോയിട്ടുണ്ടെങ്കിൽ കിണറ്റിന്റെ അടുത്ത് പോയി പൈപ്പും വെള്ളത്തിന്റെ അടുത്ത് പോയിട്ട് കണ്ണിൽ വെള്ളം തൂങ്ങിയിട്ട് കഴുകാൻ സമയമില്ല. അതിനു മുമ്പ് തന്നെ ഉള്ളുന്ന് വെള്ളം ചീറ്റി കഴുകി തരുന്നില്ലേ? കണ്ണീരുണ്ടാക്കിയിട്ട് അത് ഒലിപ്പിച്ച് തരുന്നില്ലേ? അവിടെ ദൈവത്തെ കാണും. അതാണ് ദൈവം. ആ കണ്ണിന് താഴെ വായക്ക് മേലെ മൂക്ക് പിടിപ്പിച്ച് എന്തൊരു ഔചിത്യമാണ്. മൂക്ക് വേറെ എഴുതുവാണെങ്കിൽ തിന്നുന്ന സാധനം കെട്ടതാണെന്ന് എങ്ങനെ അറിയാനാ? പിന്നിലാ മൂക്കെന്ന് വിചാരിക്കും. ചോറ് വാരി ഇവിടെ മണപ്പിച്ചിട്ട് തിന്നത് ഇവിടെ എത്തുമ്പോഴേക്കും ഇതെന്തോ തകരാറുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്നില്ലേ? ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അത്ഭുതകരമായി സംവിധാനം ചെയ്തിരിക്കുന്ന മനുഷ്യജന്മം അത്രയും നല്ലൊരു സൃഷ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ തന്നിരിക്കുന്ന നിങ്ങളുടെ കുട്ടി. ആ മനോഹരമായ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആ കുട്ടിക്ക് ആ സോഫ്റ്റ്വെയറിൽ വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ അത് തന്നാളെ കുഴപ്പമാണോ? പോറ്റിയ നമ്മുടെ കുഴപ്പമല്ലേ? അല്ലേ? അത് വൈറസ് കയറ്റാതിരിക്കാൻ എന്താ വേണ്ടത്? അങ്ങോട്ട് കയറാതിരിക്കാൻ ഇങ്ങോട്ട് പ്രവാഹം ഉണ്ടായാൽ മതി. എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പിൽ എപ്പോഴും വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ആ പൈപ്പിൽ എവിടെയൊക്കെ ദ്വാരം ഉണ്ടായിട്ട് നമ്മുടെ ഓടയിലെ വെള്ളം അതിന്റെ അകത്തേക്ക് കയറില്ല, എപ്പോഴും പുറത്തേക്ക് ഒഴുകുന്നത്. അതിൽ വെള്ളം കുറയുമ്പോഴാണ്, അതിൽ വെള്ളം ഇല്ലാതിരിക്കുമ്പോഴാണ് പുറത്തുള്ള അഴുക്ക് ജലം പൈപ്പിലേക്ക് കയറുന്നത്. നിങ്ങളുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് ദുഷ്ടവൈറസുകൾ, ദുഷ്ടശീലങ്ങൾ, ദുഷ്ടചിന്തകൾ കയറാതിരിക്കാൻ ഏറ്റവും നല്ല സൂത്രം അവന്റെ ചിന്തകളും അവന്റെ കലികളും അവന്റെ ആനന്ദവും നിരന്തരം ഒഴുക്കി വിടുക എന്നതാണ്. അവൻ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകട്ടെ. ആ ഒഴുക്ക് നമ്മള് ആദ്യത്തെ ഒഴുക്കൊന്നും നേരെയായിരിക്കില്ല, അവൻ അറിയില്ലല്ലോ. ഏതാ ശരി ഏതാ തെറ്റെന്ന് അവൻ അറിയില്ലല്ലോ. ജനിക്കുമ്പോ അവനറിയോ? അവൻ ഒഴുകട്ടെ. ഒഴുകുക എന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധിവികാസമാണ്. നിങ്ങളുടെ കുട്ടികൾ വല്ലാതെ കുരുത്തക്കേട് കളിക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യമെന്ന് വിചാരിക്കുക, അവന്റെ ബുദ്ധി വളരുന്നതിന്റെ ലക്ഷണമാണത്. ആദ്യം തന്നെ ലെഫ്റ്റ് റൈറ്റ് നടക്കും ഏതോ കുട്ടി. പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും. കേട്ടിട്ടുണ്ടോ? സുഖമെവിടെ ദുഃഖമെവിടെ,
സ്വപ്നമരീചിക മാഞ്ഞു കഴിഞ്ഞാൽ ഭാഷയെവിടെ എന്ന പാട്ടിലൊരു മനോഹരമായ വരിയാണ്. പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും അല്ലേ? ആദ്യം തന്നെ ലെറ്ററേറ്റ് നടക്കൂല, അവൻ അബദ്ധങ്ങളിൽ നിന്ന് സുബദ്ധത്തിലേക്ക് പോകും. കുട്ടി ആദ്യം ചിരിക്കാനല്ല പഠിച്ചത്, കരയാനാണ് പഠിച്ചത് അല്ലേ? അതിൽ നിന്ന് ആ ചിരിയിലേക്ക് മാറുക. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ കുസൃതി കാണിക്ക് കുരുത്തക്കേട് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെറിയ കുട്ടി നിങ്ങളുടെ നെഞ്ചത്ത് കയറി തുള്ളിയാല് എന്റെ നെഞ്ചി ചവിട്ടിക്കളഞ്ഞു എന്റെ മോൻ എന്ന് പറഞ്ഞ് കരയോ? ഇല്ല അല്ലെ? നെഞ്ചത്ത് കയറി തുള്ളുമ്പോ അത് സന്തോഷല്ലേ? സന്തോഷല്ലേ? അപ്പൊ ആ കുട്ടികളെ അബദ്ധങ്ങളിൽ നിന്ന് സുബദ്ധങ്ങളിലേക്ക് നയിക്കുവാൻ നിങ്ങളുടെ ഈ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ പ്രൈമറി വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളാണ് ഏറ്റവും നന്നായി പഠിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഇടപെടേണ്ടതും. കാരണം അവന്റെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിന്റെ ബേസ്മെന്റ് ഈ പ്രായത്തിലാണ്. 10ാം ക്ലാസ്സിലെത്തുമ്പോ പ്ലസ് 2-ലെത്തുമ്പോ മക്കൾ പഠിക്കുന്നു, പരീക്ഷയാണ്, ലീവ് എടുക്കുന്നു, തിരക്ക്, ഭയങ്കര ടെൻഷൻ, ഒരു കാര്യമില്ല. ഒരു 7-8ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ കുട്ടിയെ മോൾഡ് ചെയ്യാൻ എളുപ്പമല്ല. കതിര് വന്നതിന് ശേഷം വളമിട്ടാൽ ആ വളം ആ കതിരിന് കിട്ടുമോ? വളം ചെയ്യേണ്ടത് ഞാറ് പൊരിച്ച് നാട്ടും. ഞങ്ങളാണ് അത് നാട്ടിലത് നാട്ടി എന്നാണ്. നെൽകൃഷിക്ക് പൊരിച്ചു നാട്ടുന്നതിന് നാട്ടി പണിയുണ്ട്. നാട്ടി എന്ന് പറഞ്ഞാൽ കൊടി നാട്ടി എന്ന് പറയും പോലെ ഞാറ് നാട്ടി. ആ നാട്ടിയ ഉടനെ ഇടുന്ന വളമാണ് ആ നെൽക്കതിരിന്റെ കരുത്ത്. നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ വീട്ടിൽ സ്വാഭാവികമായി ജനിച്ചു വളർന്ന ആ കുട്ടി നിങ്ങൾ അവിടുന്ന് പൊലിച്ചിട്ട് ഈ സ്കൂളിൽ കൊണ്ടുപോയി നാട്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. മനസ്സിലായത്? ഇപ്പോഴാണ് നിങ്ങൾ വളം ഇടേണ്ടത്. എന്ത് വളം? NPK. എന്താണ് NPK? രാസവളത്തിനും ജൈവവളത്തിനും എല്ലാം 3 മിശ്രിതങ്ങളുണ്ട്. NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. പൊട്ടാഷ് എന്നും ഫോസ്ഫറസ് ഒന്നും 2 P വരുന്നത് കൊണ്ട് തിരിച്ചറിയാതെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിന് K എന്ന് കൊടുത്തു. ഫോസ്ഫറസിന്, പൊട്ടാഷിന് ലാറ്റിൻ ഭാഷയിൽ കാരിയം എന്ന് പറയും. അതുകൊണ്ടാണ് K കൊടുത്തത്, കാരിയം. ഒരു ചെടിക്ക് നൈട്രജൻ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ തെങ്ങിന്റെ ആലയുടെ അടുത്തുള്ള തെങ്ങ് കണ്ടിരുന്നു, ഒരുപാട് ചാണകവും കിട്ടും, കുറെ ഗോമൂത്രം കിട്ടും, പക്ഷെ തേങ്ങ കുറേ മട്ട തെങ്ങിയിട്ടാവും. കാരണം മറ്റുള്ള ഘടകം ചേരുന്നില്ല, ഒരു ഘടകം മാത്രം ചേർന്നിട്ട് കാര്യമില്ല. 3 ഘടകങ്ങളും തുല്യമായി ചേരണം. 20-20, 0-0-15 എന്നല്ല കേട്ടിട്ടില്ലേ രാസവളത്തിന്റെ പുറത്ത്? ആ ഘടകം ചേരണം. നമ്മുടെ കുട്ടിയുടെ വളർച്ചയിൽ ചേർക്കേണ്ട 3 ഘടകങ്ങളാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. എന്താണ് ഈ 3 ഘടകം? 3 ഘടകം: 1 ശരീരം, ആരോഗ്യം വളരണം. 2 ബുദ്ധി, അല്ലെ? ബുദ്ധി. 3 ഒരു ഘടകവും, അതിന്റെ പേര് മനസ്സ്. മനസ്സും ബുദ്ധി ഒന്നാണ്. ശരീരം വളരുന്ന കാര്യത്തിൽ ഭയങ്കര ഫോർവേഡാണ്. എത്ര നല്ല ഭക്ഷണം കൊടുക്കും. നമ്മളെ കുട്ടികളെ നോക്കിയാൽ എന്ത് സുന്ദരമായ സുന്ദരികൾ. ചില പഴയ തന്തവൈബുകാർ പറയും പണ്ടത്തെ ഭക്ഷണല്ലേ ഭക്ഷണം, എന്നിട്ടോ 45 വയസ്സായി ഇന്ത്യക്ക് വാങ്ങി കിട്ടും വയസ്സ്. ശരാശരി 45 വയസ്സ് തട്ടിപ്പോവും. കാരണം അന്ന് ഒരു പൂക്കേട് ചെറിയ കുട്ടികൾക്കെല്ലാം ഗർഭിണി എന്ന് പറഞ്ഞ അസുഖം ഞങ്ങളൊക്കെ ബാധ്യത. ശരീരം ചുറ്റി ദോഷിച്ചായിരിക്കും, പക്ഷെ വയറ് നല്ല ചുമരിന് കിണ്ണം ചാരി വളരെ വ്യക്തിയാണ്. മൂക്കൊണ്ട് 11 എഴുതാൻ പഠിക്കാത്ത കുട്ടികൾ വളരെ മൂക്ക് നെപ്പും 11 ഇറക്കില്ല. അതൊന്നും തുടക്കണം എന്നുള്ള ചിന്ത പോലും ഇല്ല. കൈകൊണ്ട് ഇങ്ങനെയാണ് വരുന്നത്. കയ്യിലുണ്ടാവും ഒച്ചു വലിഞ്ഞു കൊടുത്തില്ല, തലയില് മുഴുവൻ പേര്, ആകെയുള്ള കുയിനതൊന്നും കാണണം പോലെ. അങ്ങനെയുള്ള ഒരു കുട്ടി ഇന്ന് നാട്ടിൽ കാണണം. നമ്മുടെ കുട്ടികളിൽ എന്ത് സുന്ദരമായ സുന്ദരികളാണ്. എത്ര നല്ല ഭക്ഷണം, എത്ര നല്ല വസ്ത്രമാണ്, അവരുറങ്ങുന്ന കിടക്ക. പണ്ടല്ല നമ്മൾ സ്കൂളിൽ പോയ എന്റെ വീട്, നമ്മളെ വീടിനെ പറ്റി നമുക്ക് തള്ളുമല്ലോ, ഭയങ്കര തള്ളലായിരിക്കും. എന്റെ വീട്ടിൽ കിരികില പായ,
തലാന, കൈ കൊണ്ട് തല്ലി നിറച്ച തലാന, കോടിക്കണക്ക, വലിയ കിടക്ക. ഒരു ദിവസം ചെന്നോക്കുമ്പോ കീറിയിട്ട് കിലിക്കിൽ ഒച്ചയാകുന്ന പായ. തലാന ഇല്ലാത്തതുകൊണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് തലാണ്, കൈ തലാണ്. കൈത്താൻ ഫാന്, കൈത്താൻ ഫാനുകൾ. കൈത്താൻ ഫാൻ എടുത്ത് ചെന്ന് നോക്കുമ്പോ ഈ പാട രീതിയിട്ട് കൈ താൻ ഫാൻ. കോടിക്കിടക്ക എന്ന് പറഞ്ഞാൽ പുതപ്പില്ലാത്തതുകൊണ്ട് കോടിക്കിടക്ക. അത്രയും പ്രയാസങ്ങളായിരുന്നു അന്ന്. ഇന്ന് നമ്മുടെ മക്കൾക്ക് ശാരീരികമായ വളർച്ചയുടെ കാര്യത്തിൽ, ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ രക്ഷിതാക്കൾ വളരെ നമ്പർ 1 ആണ്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ വളർച്ച ലോകാരോഗ്യ സംഘടനയും ഉണ്ടാക്കിയ യുനെസ്കോയുടെ മാനദണ്ഡ പ്രകാരം സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾക്ക് തുല്യമാണ് കേരളത്തിന്റെ വളർച്ച. എന്തുകൊണ്ടാണെന്നറിയോ? കുട്ടികളുടെ മരണം, ശിശുമരണം നോക്കിയിട്ടാണ് ഒരു സമൂഹത്തിന്റെ വളർച്ചയുടെ നിരക്ക് അവർ തീരുന്നത്. 1000 കുട്ടികൾ കേരളത്തിൽ ജനിച്ചാൽ 4 കുട്ടികളെ മരിച്ചു പോകും. അതിന്റെ കാരണം ജനിതകമായ പ്രശ്നങ്ങളൊക്കെയാണ്. ഒരു തലയ്ക്ക് ജീവനുണ്ട് ബാക്കിയാണ്. UP 1000 കുട്ടികൾ ജനിച്ച 60 കുട്ടികൾ മരിച്ചു പോകുന്നു. അത്രയും നമ്മൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കും. നല്ല ശരീരമാണ്, നല്ല സ്റ്റൈലാണ്. ഇപ്പൊ പേരുണ്ടോ കുട്ടികളെ? പേര് കാണാനില്ല. ഞാനൊരു പേരിനെ കണ്ടിട്ട് കാലം പോയി. എന്ത് നല്ല ആരോഗ്യമാണ്. ബുദ്ധിയോ അത് അതിനേക്കാളപ്പുറമാണ്. നമ്മളെല്ലാം പഠിക്കുമ്പോൾ കിട്ടുന്ന മാർക്കും ഇപ്പോഴത്തെ കുട്ടികളുടെ മാർക്കും തമ്മിലൊന്നും താരതമ്യം ചെയ്ത് നോക്കിയാണ്. SSLC റിസൾട്ട് വന്നിട്ട് 9 വിഷയത്തിൽ A+, ഒരു വിഷയത്തിൽ 89%. അപ്പുറത്തെ ഗോയിനാട്ടം വന്ന് ചോദിക്കുക, A+ ഇല്ല അല്ലേ? നാട്ടില ഒരു വിഷയത്തിൽ 90% കിട്ടിയില്ല. ഈ ചോദിക്കുന്ന ഗോയിനാട്ടം പണ്ട് 600 210 കിട്ടാണ്ട് തോറ്റ വിദ്വാനാ. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് 10th ക്ലാസ് സരിത സിസ്റ്റർ പഠിപ്പിച്ച സെന്റ് സേവിയേഴ്സ് സ്കൂളിന്റെ തൊട്ടപ്പുറത്ത് സെന്റ് കോർണേലിയസ് ഹൈസ്കൂളാണ് ഞാൻ പഠിച്ചത്. അന്ന് 600 360 മാർക്ക് കിട്ടിയ 1st ക്ലാസ് അല്ലേ? 60%. ഇന്ന് കുട്ടികൾക്കോ 60% എന്ന് പറഞ്ഞാൽ A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും B മാത്രം. വെറും B മാത്രം കിട്ടിയ ഏത് കുട്ടിയുണ്ട്? ഇപ്പൊ ഏതൊക്കെ ഉണ്ടാവുമല്ലോ. അത്രയും നല്ല ബുദ്ധിയാണ് നമ്മുടെ കുട്ടികൾ. പക്ഷേ ഈ 2 വളരുന്ന കൂട്ടത്തിൽ ശരീരത്തെയും ബുദ്ധിയെയും കണക്ട് ചെയ്യുന്ന ഒരു ഘടകമുണ്ട്. ആ ഘടകത്തിന്റെ പേര് മനസ്സ്. എന്താ ബുദ്ധി മനസ്സുള്ള വ്യത്യാസം? ഉദാഹരണം പറയാം. 3 മാസം മുമ്പ് കാശ്മീരിലെ ടൂറിസ്റ്റുകളെ പഹൽഗാമിൽ വെച്ചിട്ട് ഭീകരന്മാര് വെടിവെച്ച് കൊന്ന ഒരു ഭീകര സംഭവം ഉണ്ടായത്. അതിന്റെ പേരിലാണ് നമ്മൾ പാകിസ്ഥാനുമായിട്ട് സംഘർഷമൊക്കെ ഉണ്ടായത്. ആ വെടിവെച്ച് കൊന്ന ഭീകരന്മാര് അതിബുദ്ധിമാന്മാരാണ്. കാരണം ഇത്ര ദിവസമായിട്ട് അവരെ കിട്ടിയത് പട്ടാളവും പോലീസ് അരിച്ചു കൊട്ടിയിട്ട് അവരെ കിട്ടിയിട്ടില്ല. മാത്രമല്ല അതിലെ പ്രതികള് ഡോക്ടറേറ്റ് അടക്കം നേടിയ ആളുകളുണ്ട്. അതിൽ ഒരു വിദ്വാൻ കേരളത്തിൽ വന്നിട്ട് പഠിച്ചിട്ട് ഡിഗ്രി പാസ്സായി പോയവനാ. ആലോചിക്കണം. അതിബുദ്ധിമാന്മാരാ. പക്ഷെ കൊല്ലരുത് എന്ന മനസ്സുണ്ടായി. എന്നാൽ കേരളത്തിൽ കൊല്ലപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ ഭാര്യ പത്രക്കാരെ വിളിച്ച് പറഞ്ഞൊരു കാര്യം അറിയും. നാട്ടിലെത്തിയതിനു ശേഷം ഭർത്താവ് മരിച്ചു കിടക്കുന്നു, എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാതിരിക്കുമ്പോ ഒരു കുതിരവണ്ടിക്കാരനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ് ഞങ്ങളെ രക്ഷിച്ചത്. അവനാ ഞങ്ങളെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാനും മറ്റു കാര്യം പോലീസിനെ വിളിക്കാനും സഹായിക്കാനും. അവൻ 8ാം ക്ലാസ് പാസ്സാവാത്തവനാ. അവന് ബുദ്ധി കുറവാണ്. പക്ഷെ അവന് മനസ്സിലായ ബുദ്ധിയല്ല മനസ്സാ വേണ്ടേ. മനുഷ്യാണാം മനുഷ്യത്വം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. മനുഷ്യാണാം ബുദ്ധിത്വമല്ല മനുഷ്യത്വം. എന്താ മനുഷ്യത്വം? ആ മനുഷ്യത്വം എന്തെന്ന് പഠിപ്പിച്ചാൽ തന്നെ നമ്മുടെ കുട്ടികൾ പുതിയ കാലഘട്ടത്തിൽ അതിജീവിച്ചു. പുതിയ കാലം, ഇനിയുള്ള കാലം സ്മൂത്തായ ലോകമല്ല വരാൻ പോകുന്നത് കേട്ടോ. കാരണം ആഗോളതാപനത്തിന്റെ ശക്തിയിൽ ലോകത്ത് മുഴുവൻ പ്രകൃതി ദുരന്തങ്ങൾ ഭീകരമായി വർദ്ധിച്ചു വരും. കൊടുങ്കാറ്റുകൾ, പേമാരികൾ, ഭൂകമ്പങ്ങൾ, ഉരുൾപൊട്ടലുകൾ എല്ലാം ആവർത്തിച്ചു വരും. അത് ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാ. മനുഷ്യരീ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് കോടിക്കണക്കിന് വർഷം ഇവിടെ പക്ഷിമൃഗാദികൾ ജീവിച്ചിട്ടും അവരൊന്നും തന്നെ ആഗോളതാപനം ഉണ്ടാക്കിയിട്ടില്ല.
നമ്മളൊരു 2-3000 കൊല്ലത്തെ സാംസ്കാരികമായ വികാസം കൊണ്ടുണ്ടാക്കിയ സാധനം ഈ ആഗോളതാപനം. അതിന്റെ ദുരന്തം നമ്മൾ തന്നെ അനുഭവിക്കണം. പ്രകൃതി ദുരന്തങ്ങൾ വലിയ, അതിന്റെ ഭാഗമായി മനുഷ്യന്റെ ഉള്ളിലുള്ള ആർത്തി കൂടുന്നു, സംഘർഷം കൂടുന്നു, മാത്സര്യം കൂടുന്നു, ജനസംഖ്യ വർദ്ധിക്കുന്നു. പക്ഷെ ഭൂമി വർദ്ധിക്കുന്നില്ലല്ലോ. അതിന്റെ ഭാഗമായിട്ട് കലാപങ്ങൾ, സാമൂഹ്യ ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ വരുന്നു. ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞൊരു സഭയുണ്ടെന്ന് ഇപ്പൊ ആരും പറയുന്നു. എത്രയാ? 2024 1,29,000 ആളുകളാണ് ഈ ഭൂമിയിൽ കൊല്ലപ്പെട്ടത്. അറിയോ? ഈ കഴിഞ്ഞ ഒറ്റ കൊല്ലം കൊണ്ട് 1,29,000 ആളുകൾ ഗാസയിലും മണിപ്പൂരിലും ഉക്രൈനിലും ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നേരിട്ട് കൊന്നുകൊണ്ട് കേരളത്തിൽ 314 കൊന്നിട്ടുണ്ട്. കേരളത്തിൽ 2024 മനുഷ്യരെ കൊന്നത് 314. പക്ഷിമൃഗാദികളെ കൊന്നത് 68 ആനയും കടുവയും പുലിയും. ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ 68 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ തലപ്പുഴയിൽ ആ രാധ എന്ന് പറയുന്ന സ്ത്രീയെ കടുവ പിടിച്ച് തിന്നുകളഞ്ഞല്ലോ. അപ്പോഴാണ് ഞാൻ ആ വെബ്സൈറ്റ് കയറി നോക്കി. 68 ആളെ കൊന്നിട്ടുണ്ടോ എന്ന് ഞാൻ എടുത്തു നോക്കുമ്പോൾ അതിൽ 48 ആൾ മരിച്ചത് പാമ്പ് കടിയേറ്റിട്ടാണ്. പാമ്പ് കടിയേറ്റിട്ട് കടന്നൽ കിട്ടിയിട്ട് 48 ആൾ. 20 ആളെ ആനയും കടുവയും പുലിയും കരടിയും കാട്ടുപോത്തും കൂടി കൊന്നിട്ടുണ്ട്. അത് രാധയെ കൊന്നു തിന്നത് തിന്നാനാ, കടുവ കൊന്നതിനാ രാഷ്ട്രീയ വിരോധം കൊണ്ടല്ലോ, മതവിരോധം കൊണ്ടല്ലോ. അതിന് വെണ്ടക്കയും സാമ്പാറും വെള്ളരിക്കയും തിന്നാൻ പറ്റില്ല, ഗോതമ്പും പൊറോട്ടയും ദോശയും തിന്നാൻ പറ്റില്ല. അതിന് ഇറച്ചിയെ തിന്നാൻ പറ്റും. അതിന് കാട്ടിലെ മാനേതാ, കാട്ടിലെ മുയലേതാ, അതിനെ തിന്നാം. നാട്ടിലെ പശുവിനെയും നാട്ടിലെ ആടിനെയും തിന്നരുതെന്നുള്ള വിവരം ആർക്കില്ല, ഷെഡ്യൂൾ. അതിങ്ങനെ നാടേതാ കാടേതാ എന്നറിയാതെ നടക്കുമ്പോ രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കണ്ടു. അവര് രാധയാണെന്നും അവർക്ക് വോട്ടർ പട്ടിക പേരുണ്ടെന്നും റേഷൻ കാർഡ് പേരുണ്ടെന്നും അവരമ്പലത്തിൽ തൊഴുന്നവളാണെന്നും സ്കൂളിൽ പഠിച്ചവരാണെന്നും ഒന്നും കടുവക്കറിയില്ല. ഇറച്ചിയുണ്ടോ ഒന്ന് തിന്നു, അതിന്റെ പേരിൽ കളിച്ച കലാപനം അല്ലേ. പക്ഷെ ഒന്നാം പാവം തിന്നാ തീരും, അതിന് പാവമില്ല. ഈ 314 ആളുകളെ കേരളത്തിൽ മനുഷ്യര് കൊന്നത് തിന്നാനാണ്. 1,29,000 ആളുകളെ കൊന്നത് തിന്നാനാണോ? ആ കൊലപാതകത്തിന്റെ ബേസായിരിക്കുന്ന മനഃശാസ്ത്രം ആരംഭിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ നിലപാടിൽ നിന്നാണ്. അതാ ഞാൻ പറയാം. അറിയണം, നമ്മുടെ കുട്ടികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും? ആ മനസ്സ് വളരണം. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവകൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. പക്ഷെ ഇപ്പൊ മനസ്സിന് സംഭവിക്കുന്ന, ബുദ്ധി കൂടുന്നു, മനസ്സിന് സംഭവിക്കുന്ന എന്താണെന്നറിയോ? ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പുതിയ പദങ്ങൾ, ഇംഗ്ലീഷ് പദങ്ങൾ കൂട്ടിച്ചേർക്കും എല്ലാവരും. കഴിഞ്ഞ കൊല്ലം ചേർത്ത പദം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ബ്രെയിൻ റോട്ട് എന്ന പദം. ബ്രെയിൻ റോട്ട് എന്തായിട്ട് അർത്ഥം മലയാളത്തിൽ? മസ്തിഷ്ക വരൾച്ച. മസ്തിഷ്ക വളർച്ചയല്ല, മസ്തിഷ്ക വളർച്ചയുണ്ടാവുന്നുണ്ട്. പക്ഷെ വളർച്ചയ്ക്ക് ആനുപാതികമായി ആർദ്രത, നനവ് വർദ്ധിക്കണം. അതില്ല, വരൾച്ചയാണ്. നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധി വളരുന്നതിനനുസരിച്ച് ചുറ്റുവട്ടമുള്ളതിനോടുള്ള പ്രതികരണം, സ്നേഹം, ദയ, കാരുണ്യം, സഹാനുഭൂതി തുടങ്ങിയതൊക്കെ വളരണ്ടേ? അതൊക്കെ വളർത്തി കൊടുക്കണ്ടേ? അതൊക്കെ വളർത്തി കൊടുക്കേണ്ട യൂണിവേഴ്സിറ്റി ഏതാ? ബുദ്ധി വളർത്തുന്നത് സ്കൂളിൽ നിന്ന്, ശരീരം വളർത്തുന്നത് വീട്ടിൽ നിന്ന്, മനസ്സ് വളർത്തുന്നത് വീട്ടിലെ അടുക്കളയോ കിടപ്പുമുറിയോ ടോയ്ലറ്റോ നിന്നല്ല. മനസ്സ് വളർത്തുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്നാണ്. നിങ്ങളുടെ മനസ്സിലാണ് കുട്ടി വളരേണ്ടത്. നിങ്ങളുടെ മനസ്സ് തളിരാണോ അവിടെയാ കുട്ടി മയങ്ങുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ മാന്തളിൽ കേട്ടിട്ടുണ്ടോ? മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കൂരുന്നേ. കേട്ടിട്ടില്ലേ? നിങ്ങളുടെ മനസ്സ് മാന്തളിരാക്കുക, അതിൽ നിങ്ങളുടെ കുട്ടിയെ മയക്കി കിടത്തുക. ആ കുട്ടി മനസ്സുള്ള, ആർദ്രതയുള്ള, മാൻപുകൾ വിടരുന്ന കുട്ടിയാക്കുക. അതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പദ്ധതി. അതുകൊണ്ട്
മനസ്സ് വളർത്താൻ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ആ മനസ്സ് വളർത്താൻ ഞാൻ ഒരു കഷായം പറഞ്ഞുതരാം. ആ കഷായം കോട്ടക്കൽ നിന്ന് കിട്ടൂല, സിദ്ധാശ്രമത്തിൽ കിട്ടൂല. ആ കഷായം നിങ്ങൾ ഉണ്ടാക്കണം. ആ കഷായത്തിന് 6 കൂട്ടുകളുണ്ട്. 6 കൂട്ടുകളുണ്ട്. ആ 6 കൂട്ടുകൾ ചേർക്കുമ്പോ ആ കഷായത്തിന്റെ പേര് കിട്ടും. മലയാളത്തിൽ മൃദുല കഷായം എന്ന് വരും, ഇംഗ്ലീഷിൽ സോഫ്റ്റൻ കഷായം എന്ന് വരും. മൃദുല എന്നതിന്റെ ഇംഗ്ലീഷ് ആണല്ലോ സോഫ്റ്റൻ. സോഫ്റ്റൻ എന്ന വാക്കിൽ 6 സ്പെല്ലിംഗ് ഉണ്ട്. ആ സ്പെല്ലിംഗ് പഠിച്ചാൽ 6 കൂട്ടം എന്താന്ന് മനസ്സിലാവും. എന്താണ് സോഫ്റ്റൻ? SOFTEN. എസ് എന്ന് പറയുന്നത് സ്മൈൽ, പുഞ്ചിരിക്കുക എന്താണ് മനസ്സിലായത്? പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കാൻ നിങ്ങൾക്ക് GST വേണ്ട, ടാക്സ് വേണ്ട, ഒന്നും വേണ്ടല്ല. ആരും പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനല്ലേ? വേറെ ഏതെങ്കിലും പക്ഷിമൃഗാദികൾ പുഞ്ചിരിക്കാറുണ്ട്? പൊട്ടിച്ചിരി വേണ്ട, അത് ബാലകേനായാലും ജോസ് പ്രകാശൊക്കെ ചെയ്യിച്ചു. പുഞ്ചിരിച്ചൂടെ? ധർമ്മടത്ത് ഒരു സ്കൂളിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ ഒരു പരിപാടിക്ക്. ആ പരിപാടി എന്താണെന്നറിയോ? ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഘം. ഈ അച്ഛനമ്മമാരെ വിളിച്ചിട്ട് വരുന്നില്ല. അപ്പൊ അപ്പൂപ്പനെയും അമ്മൂമ്മയും ഉപ്പാവേനും ഉമ്മാവേനെയും വിളിച്ചു. നോക്കുമ്പോ ഇരിക്കുന്ന സ്ഥലമില്ല. കാരണം അച്ഛനമ്മ വരുമ്പോ രണ്ടാളിലെ വരും. അത് അമ്മ വരുന്നുണ്ട്, അച്ഛൻ വരില്ല, അച്ഛൻ വരുന്ന അമ്മ വരില്ല. എന്നാ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ 4 ആളുണ്ടാവില്ലേ ഒരു കുട്ടി? 4 ആളുകൾ വന്നു. പണ്ടെല്ലാം 4 പലതും മരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ മരണം വളരെ കുറവല്ലേ, എല്ലാം ഉണ്ട്. 4 ആളുകൾ വന്നു. ഭയങ്കര തിരക്ക്. ഈ പ്രായമായ ആളുകൾ സ്കൂളിൽ പോകാൻ ഒരു സെൻസിറ്റീവല്ലേ. അപ്പൊ അന്ന് അവിടെ അധ്യക്ഷ പ്രസംഗം നടന്ന ഒരു ടീച്ചർ പ്രസംഗിക്കുക. മക്കളെ, ഇതാ ഇവിടെ ഇരിക്കുന്നവരെ കണ്ടോ, അവരെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു ക്ലീശ ഉദാഹരണം സ്ഥിരം നമ്മൾ കേൾക്കുന്നു. പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും. പക്ഷെ പച്ചപ്ലാവിൽ ഇതുപോലൊരു എല്ലാം പഴുത്ത് വീഴണം നോക്കണം കേട്ടോ, അതുകൊണ്ട് ചിരിക്കല്ലേ കിട്ടടാന്ന് പറഞ്ഞു. ഇപ്പൊ വിനീത് നോർത്തൊരു കുഞ്ഞു മോനെ എണീറ്റ് എന്നിട്ട് പറഞ്ഞു, ടീച്ചറെ ഒരു സംശയം. എന്താ? പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാണ്ടെന്നാ പോകാണ്ടിട്ടുക. എന്തായാലും പക്കൂല്ലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലേ. ഇപ്പൊ എല്ലാരും ചിരിച്ചില്ലേ? എല്ലാരും ചിരിച്ചില്ലേ? 3 ആള് ചിരിച്ചില്ലേ? ഈ സദസ്സിലുള്ള 3 ആള് ചിരിക്കാൻ ബാക്കി. അവർ ഇന്ന് പോകുമ്പോ തന്നെ ഒന്ന് ECG എടുത്ത് മനസ്സിലായി. ഞാൻ കാണുന്നുണ്ട് 3 ചിരിക്കാൻ പഠിക്കുന്ന ആളുകളുടെ ഹാർട്ട് ബ്ലോക്ക്. ചിരിക്ക. നിങ്ങൾ രാവിലെ മക്കളെ വിളിക്കാൻ വേണ്ടി പോകുമ്പോ രാവിലെ എണീറ്റ് വരുമ്പോ നിങ്ങളുടെ മുഖം എങ്ങനെയുണ്ടാകുക? CCTV ഉള്ള വീട്ടില് നാളെ രാവിലെ എണീക്കുമ്പോ നിങ്ങൾ ഞാൻ പറഞ്ഞു പോകും, അന്നേരം ചിരി വരും. കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളുടെ മുഖം എങ്ങനെയായിരുന്നു ഒന്ന് CCTV ഉണ്ടെങ്കിൽ അതിലൊന്ന് നോക്കുക. വിലാവൊന്ന് വീണ പഞ്ചക്ക പോലെ ആക്കിയിട്ട് എങ്ങനെയൊക്കെ ലോകത്തോട് പരിഹരിക്കുന്നോ? നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ഉണരൂ, പുഞ്ചിരിച്ചുകൊണ്ട് മക്കളുടെ അടുത്ത് പോവും. ഉറങ്ങുന്ന മക്കളെ നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ടെൻഷനും തീരാൻ മക്കളെ നോക്കിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോയി, പാപബോധം അല്ലെ, അയ്യോ അങ്ങനെ ചെയ്തു പോയല്ലോ. ക്രിസ്ത്യാനികൾക്ക് കുമ്പസാരിക്കാം, പാപബോധം തീരാൻ. ബാക്കിയുള്ള ആളെന്ത് ചെയ്യും? അതിന്റെ സൂത്രം പറഞ്ഞുതരാം. ഉറങ്ങുന്ന കുട്ടിയുടെ കാല് പിടിച്ചിട്ട് സങ്കടം, അബദ്ധമായി പോയി എന്ന് പറഞ്ഞു ഉറങ്ങുമ്പേ പറയാമേ. ഉണർന്നിരിക്കുമ്പോ പറഞ്ഞാൽ ഞാൻ വലിയ ആളായി. നമ്മുടെ കുട്ടികൾ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങൾ ദീർഘദർശനം ചെയ്യുന്ന ദൈവം തന്നെയാണ്. ഒരു കുട്ടി ദൈവമായി ജനിച്ചിട്ട് പിന്നീട് ചെകുത്താനിലേക്കാ വളരുന്ന, ഇബിലീസിലേക്ക്, കലിയിലേക്കാ വളരുന്ന. ലിയോണാർഡോ ഡാവിഞ്ചി ഉണ്ണിയേശുവിന്റെ ചിത്രം വരച്ച കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഉണ്ണിയേശുവിന്റെ ചിത്രം വരക്കാൻ ഒരു മോഡൽ വേണ്ടേ? അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഒരു കുഞ്ഞിനെ കണ്ടപ്പോ കണ്ണുകളിൽ പരിഭാവനതയും മുഖത്തൊരു പരിവേഷമുള്ള ഒരു കുട്ടിയെ കണ്ട് അവനെ നോക്കിയിട്ടാ ഉണ്ണിയേശുവിന് വരച്ചത്. അതാണ് ലോകം അറിയപ്പെടുന്ന ഉണ്ണിയേശു. അല്ലാതെ ഉണ്ണിയേശു സെൽഫി എടുത്തു തന്നൊന്നുമല്ലല്ലോ. ഇവിടെ ദൈവത്തിന്റെ എല്ലാ ചിത്രങ്ങളും മനുഷ്യന്മാര് വരച്ചല്ലേ. അതാണ് ലോകത്തറിയപ്പെടുന്ന ഉണ്ണിയേശു. കുറെ കാലം കഴിഞ്ഞ് ഇയാൾക്ക് പ്രായമായപ്പോ ഇയാൾ നോക്കുമ്പോ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ യേശു പറഞ്ഞതിനേക്കാൾ കൂടുതൽ
30 വെള്ളിക്കാശിന് വേണ്ടി ഗുരുവിനെ തന്നെ ഒറ്റുകൊടുക്കുക എന്ന യൂദാസ് പറഞ്ഞ ആ യൂദാസിന്റെ അനുയായികളായി ഇപ്പൊ നാട്ടിൽ കൂടുതൽ. അതുകൊണ്ട് യൂദാസിന്റെ ചിത്രം വരക്കാൻ കാണുമ്പോൾ തന്നെ ഒരു ക്രൂരതയുള്ള അറപ്പും വെറുപ്പും തോന്നുന്ന ഒരു മനുഷ്യനെ തേടി നടന്നു. അവനെ നോക്കിയിട്ട് യൂദാസിന്റെ. അപ്പൊ ഒരു മദ്യപാനശാലയുടെ വരാന്തയിൽ അന്ധബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരുത്തനെ കണ്ടപ്പോ തന്നെ തോന്നി ഇവൻ യൂദാസിനെ. അയാൾ ഉടൻ തന്നെ അവിടുന്ന് ക്യാൻവാസ് എടുത്ത് അവന്റെ മുഖം നോക്കി ചിത്രം വരച്ചു. ചിത്രം വരച്ച് കഴിയുമ്പോഴേക്ക് ഇയാൾക്ക് ബോധം വന്നു. ഇയാൾക്ക് ബോധം വന്നപ്പോ തന്റെ ചിത്രം വരച്ചിട്ട് ഒരാൾ പോകും. നിങ്ങൾ എന്നെ നോക്കി ആരെയാ വരച്ചെന്ന് ചോദിച്ചു. യൂദാസിനെയാണ്. അയാൾ പൊട്ടി ചിരിച്ചു. ഹേ ചിത്രകാരാ, നീ തന്നെയല്ലേ പണ്ട് ഉണ്ണിയേശുവിനെ വരച്ചത്? അതെ. അന്ന് ഉണ്ണിയേശുവിനെ വരക്കാൻ നീ മോഡലാക്കിയ ഒരു കുട്ടിയില്ലേ, അവനെവിടെ? അവനെ അറിയാവോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തന്നെയായിരുന്നു ഉണ്ണിയേശുവിന്റെ മോഡലായിരുന്നത്. അല്ല, അവന്റെ സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് പുഞ്ചിരിക്കൂ, മക്കളുടെ അടുത്ത് പോയിരിക്കൂ, മെല്ലെ വിളിക്കൂ. നിങ്ങൾ ഉപയോഗിക്കുന്ന ശബ്ദം പോലും അവന്റെ സ്വഭാവത്തെ രൂപീകരിക്കും. രാവിലെ വിളിക്കുന്ന ശബ്ദം ഏതാ? സപ്തസ്വരങ്ങളിൽ 7 തട്ടിൽ ഒച്ചയുണ്ടല്ലോ. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിശാന്തം. നീ നിഷാദം. നിഷാദനാരാ? കാട്ടാൻ. നിഷാദം. നിങ്ങൾ കുട്ടികളെ എങ്ങനെ വിളിക്കുക? സ്കൂള് ബസ് വരുന്ന സമയമായിട്ട് ഇടാ, ഭക്ഷണമായിട്ടില്ല, നിഷാദത്തിലാണ്. അതിന് കാട്ടാളനെയാ നെല്ലേ വിളിക്കാവൂ. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് എടുക്കുമ്പോ ഒരു രക്ഷിതാ വിളിക്കുന്നതിന് പറയാ, ഞങ്ങള് വിളിക്കാൻ തുടങ്ങുന്ന ശല്യത്തിലാ, പക്ഷെ നിഷാദത്തിൽ മനസ്സിലായി. അപ്പോ നിങ്ങള് കുട്ടികളോട് സോഫ്റ്റായ ശബ്ദവും ചെയ്യും. രാവിലെ തന്നെയാണ്, പിന്നെ ഒച്ചയെടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. രാവിലെ തന്നെ നിങ്ങൾ അട്ടഹാസം വേണം, മെല്ലെ പിടിക്കുക, അവനെ ഉണരുക. അല്ലെ ഉണരുവിൻ ഉണരുവിൻ സ്വര ഉണർന്നു വണ്ണാത്തി കിളികൾ പാടുവിൻ എന്ന് പറഞ്ഞ ഒരു പദ്യം ഞാൻ 4ാം ക്ലാസ് പഠിച്ചിട്ട് ഓർമ്മ. ഉണരൂ. എന്നിട്ട് അവനെ കാണിച്ചു കൊടുക്കേണ്ട ഒരു അത്ഭുത പ്രതിഭാസവും നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് എത്തിച്ചേരുന്നു. BPL APL നോക്കാതെ എത്തിച്ചേരുന്നു. കൊച്ചിൻ ബിനാലേക്ക് 300 കോടി റുപ്യ ചെലവഴിച്ചിട്ടാണ് കൊച്ചിൻ ബിനാലെ ഇൻസ്റ്റലേഷൻ നടത്തിയത്. എന്നാൽ 3000 കോടി ചെലവഴിച്ചാൽ കിട്ടാത്ത ഒരു ഇൻസ്റ്റലേഷൻ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ എത്തിച്ചേരുന്നുണ്ട്. അതിന്റെ പേര് പ്രഭാതം. ആ പ്രഭാതത്തെ ഒന്ന് കാട്ടിക്കുന്നു. കുട്ടികൾ പ്രഭാതം കാണുന്നില്ലേ? ഇപ്പോ 12 മണി വരെ മൊബൈൽ കളിക്കും, എന്നിട്ട് 8 മണി വരെ കളിക്കും. നേരത്തെ ഉണർന്നുകയും നേരത്തെ ഉണരുകയും ചെയ്യുന്ന ശീലത്തിലേക്ക് നിങ്ങളുടെ കുട്ടിയെ മാറ്റണമെന്ന് പറയുന്നത് അവന്റെ ഒരു ദിവസത്തെ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ പ്രഭാതത്തിന്റെ കാഴ്ചകളാണ്. ലോകത്തിന്റെ സൗന്ദര്യമാണ് പ്രഭാതം. കഴിഞ്ഞ വർഷം മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ P. ജയചന്ദ്രൻ അല്ലേ, അദ്ദേഹത്തിന്റെ അനുസ്മരണങ്ങൾ, ഒരുപാട് ലേഖനങ്ങൾ, ഒരുപാട് വീക്കിലികളിലും പത്രങ്ങളിലും വന്നപ്പോ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ലേഖനം ഒരു മനഃശാസ്ത്രജ്ഞൻ എഴുതിയതാണ്. അദ്ദേഹം പറഞ്ഞു, ജയചന്ദ്രൻ എന്ന പാട്ടുകാരൻ ചെയ്ത ഒരു മഹത്തായ സേവനം ആയിരക്കണക്കിന് ആളുകളുടെ ആത്മഹത്യകൾ ഇല്ലാതാക്കി. എങ്ങനെയാ? അയാളുടെ മനഃശാസ്ത്രജ്ഞൻ. അദ്ദേഹം പാടിയ ഒരു പ്രഭാതത്തിന്റെ പാട്ട്, ആ പാട്ട് കേട്ട ഒരാളാണ് ആത്മഹത്യ ഈ ലോകത്താണ്. പണിതീരാത്ത വീടിന് വേണ്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ എഴുതി ജയേന്ദ്ര പാടിയ സുപ്രഭാതം 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 നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ എന്ന പാട്ട്. ആ പാട്ട് കേട്ടവനാണ് ആത്മഹത്യയില്ല. കാരണം അത്രയും നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അത്രയും നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആ പാട്ട് നമ്മുടെ ടെൻഷൻ നിൽക്കും. അതുകൊണ്ട് ഞാൻ എന്റെ മൊബൈൽ ഫോണിന്റെ റിംഗ് ടോൺ ആയിട്ടാണ് ആ പാട്ടിന്റെ ഓടക്കുഴലില്ലേ, അത് എന്റെ ശബ്ദമാണ്. പ്രഭാതത്തെ കാട്ടു. ശ്രീകുമാരൻ തമ്പിക്ക് 1 ലക്ഷം രൂപയുടെ ഒരു അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ചേർത്ത്. ആ പരിപാടിക്ക് അവാർഡ് കൊടുക്കുന്നത് രമേശ് ചെന്നിത്തല MLA.
MLA ലീജാവ് എന്ന് പറഞ്ഞപ്പോ അവിടെ ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകളുടെ ദാർശനിക സൗന്ദര്യത്തെ പറ്റി സംസാരിക്കാൻ ഞാൻ അവിടെ എത്തി. എന്നോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം പ്രസംഗിച്ചു, പിന്നെ ആവാം സവാദം. ഞാൻ പ്രസംഗിക്കുമ്പോൾ ശ്രീകുമാരൻ തമ്പി അവിടെ ഇരിക്കുന്നു. എനിക്ക് ആകെ ടെൻഷൻ. കവി ഉദ്ദേശിച്ചത് ഇങ്ങനെയാന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ല. എങ്കിലും എനിക്ക് വലിയൊരു അവസരമായിരുന്നു കിട്ടിയത്. അദ്ദേഹം ഇരിക്കുമ്പോ ഞാൻ ആദ്യം തുടങ്ങിയ പാട്ട്, പ്രഭാതം വിടരും പ്രദോഷം വിടരും പ്രതീചി രണ്ടും കണ്ടു നിൽക്കും, ഉദയമില്ലാതില്ല അസ്തമനം, ഉണരൂ മനസ്സേ ഉണരൂ. ആ മനസ്സിനെ ഉണർത്താൻ നിങ്ങൾ പ്രഭാതം കാണിച്ചു എന്ന് പറഞ്ഞാൽ മക്കളെയും കൂട്ടിയിട്ട് രാവിലെ തന്നെ നേരെ വീട് പുഞ്ചിരിക്കുന്ന വഴിയിലൂടെ. വീട് പുഞ്ചിരിക്കണം. എങ്ങനെയാണ് വീട് പുഞ്ചിരിക്കുക? വീടിന്റെ ചുണ്ടാണല്ലോ മുന്നിലത്തെ വാതില്. വാതിൽ തുറക്കുക. ഇപ്പൊ വാതിൽ തുറക്കുന്ന പരിപാടി ഒന്നുമില്ലേ. വീട്ടിന്റെ അകത്താണല്ലോ എല്ലാം. ഉണ്ണലും ഉറങ്ങലും ഉണ്ണിണ്ടാക്കലും വിസർജിക്കലല്ല ആസാം. പോവാൻ നോക്കുമ്പോൾ വാതിൽ തുറക്കും, അപ്പൊ തന്നെ അടഞ്ഞു അല്ലേ. അടഞ്ഞ വാതിലുകളാണ് നമ്മുടെ അടഞ്ഞ മനസ്സിന്റെ പ്രതീകം. രാവിലെ എണീറ്റ ഉടനെ മുന്നിലത്തെ വാതിൽ തുറന്നിട്ട് കുട്ടിയെയും കൂട്ടിയിട്ട് മുറ്റത്തേക്ക് വരിക. വരാന്തയിൽ വരിക. മഴയായപ്പോ വരാന്തയിൽ വരിക. മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന പൂക്കളെ നോക്കൂ, അവിടെ വരുന്ന പൂമ്പാറ്റകളെ, കുമ്പികളെ നോക്കൂ. മഴയെ പറ്റി സംസാരിക്കും. എന്തൊരു മഴ എന്ന് പറയും. മഴ പെയ്യുമ്പോ നമ്മുടെ മലയാളികളുടെ അസഹിഷ്ണുതയുടെ പ്രതീകമാണ്. മഴ പെയ്യുമ്പോ എന്തൊരു മഴയാപ്പോ, വെയിലടിക്കുമ്പോ എന്തൊരു വെയിലാപ്പോ. ഇനി എന്നാ വീട്ടിലിരിക്കും. മഴയ്ക്ക് പറ്റൂല, വെയിലും പറ്റില്ല. ആ മുറ്റത്തിരുന്നിട്ട് നല്ല കാര്യങ്ങൾ. ആ പ്രഭാതത്തെ സുന്ദരമായി എത്ര കവിതകൾക്ക് പ്രഭാതത്തിൽ അല്ലെ, എത്ര കവിതകളുണ്ട്. അയ്യപ്പ പണിക്കരുടെ പ്രിയതമേ പ്രഭാതമേ, വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾക്കുദാര ശോഭ ചൊരിയുവാൻ ഒരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മുട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ എന്നും ഒരു പാട്ടുപാടും. എന്നിട്ടൊരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് മതി യാത്ര പോക്ക്. രാവിലെ എണീറ്റ ഉടൻ തന്നെ ഗാസയിലെ പട്ടാളക്കാരെ പണിയെടുക്കണ്ട. ഗാസയിലും ഇസ്രായേലുള്ള പട്ടാളക്കാര് 1-2 കൊല്ലമായിട്ട് രാവിലെ എണീറ്റ 3 മിസൈലിന് തീ കൊടുക്കല. 3 മിസൈലിന് തീ കൊടുത്തിട്ട് മാത്രമേ പല്ലവരെ തയ്ക്കൂ. അത് ശീലമായിപ്പോയി. നമ്മളൊക്കെ രാവിലെ എണീറ്റ് ഗ്യാസിന് 3 അടുപ്പുണ്ടാവുമല്ലോ, ടിക്ക് 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 3 തീ കൊടുക്കല. ഭക്ഷണ ശരീരത്തെ വളർത്തലല്ല, മനസ്സിനെ വളർത്താൻ ഏറ്റവും നല്ല മുഹൂർത്തം പ്രഭാതത്തിലാണ്. അതുകൊണ്ട് സ്മൈൽ, നിങ്ങളും പുഞ്ചിരിക്കുക, നിങ്ങളുടെ വീടും പുഞ്ചിരിക്കുക. മനസ്സിലായോ? രണ്ടാമത്തത് ഓപ്പട്ടി ഹേർട്ട്, ഹൃദയം തോന്നുക. നിങ്ങൾ മക്കളോടുള്ള നോട്ടം എങ്ങനെയാ? ഹൃദയം തുറന്നു വർത്തമാനം പറയാൻ. നിങ്ങളുടെ കണ്ണെങ്ങനെയാ മക്കളെ? നമ്മുടെ കണ്ണ് 3 വിധത്തിലാണ്. കൃഷ്ണമണിയുടെ സ്ഥാനം മേലെയായിട്ടും താഴെയായിട്ടും നോക്കുന്നവരുടെ നല്ല മനോഭാവമല്ല. എന്താ മേലെ? ഇതാ ഇത് താഴെ അല്ലെ? കൃഷ്ണമണി താഴെയുള്ളതിനാണ്. കൃഷ്ണമണി താഴെ, നമ്മളെ തല മേലെ. എന്താടാ ചില ആളുകളോ അല്ലേ, തലയിങ്ങനെ താഴ്ത്തിയിട്ട് കണ്ണു മേലെ, കൃഷ്ണമണി മേലെ. ഇത് രണ്ടും തെറ്റാണ്. കൃഷ്ണമണി മധ്യത്തിന്റെ തൊട്ട് താഴെ. മനസ്സിലായി? മധ്യത്തിൽ തൊട്ട് താഴെ. അതൊരു ദയാണ്. ദയാദ്രമാം നമ്മുടെ ദൃഷ്ടിഗംഗ താഴത്തു താഴത്തൊഴുകട്ട മേന്മേൽ ഉള്ളൂരിന്റെ വലിയ. അല്പം താഴ്ത്തിയിട്ട് അവനെ സ്കൂളിൽ വിട്ട് വരുമ്പോ നിങ്ങളെ കുട്ടികളെ എങ്ങനെയാ സ്വീകരിക്കാറ്? രാവിലെ സ്കൂൾ അയക്കുമ്പോ നല്ല ഷർട്ട് അല്ലെ, നല്ല ഇസ്തിരിയിട്ട് മുടിയെല്ലാം എണ്ണയെല്ലാം തേച്ച് തീരി വീക്കിയിട്ട് ഈ പശുമഞ്ചി ആക്കിയ കമ്പ്യൂട്ടറെ പോലെ ആയി അല്ലേ? വൈകുന്നേരം വരുമ്പോ അതേ കോലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. ആ നല്ല മോൻ, അവൻ ഒരു എനർജി ഇല്ലാത്ത വേറൊരു പയ്യ പാട്ടല, അതേ കോലത്തിൽ വന്നു. അവൻ തിരിച്ചു വരുമ്പോൾ അവന്റെ മുടിയെല്ലാം പാറി പറന്ന് ചിലപ്പോ കുറുക്കെല്ലാം പൊട്ടിന്ന് വരും. 50 പൈസന്റെ കുറുക്ക് പൊട്ടിയാൽ 500 രൂപയല്ലേ ചീത്ത പറയുന്നത്. ഇങ്ങനെയാണ്
വികാരങ്ങൾ മനസ്സിലായോ? പെട്ടെന്ന് ഒരു ആള് വാച്ചയച്ച് മേശയിൽ വെച്ചപ്പോ അവിടെ കാപ്പി കൊണ്ടുവന്നിട്ട് അത് തട്ടി മറിയാതിരിക്കാൻ ആ വാച്ച് എടുത്തിട്ട് ഇപ്പുറത്ത് വെച്ചു. ആദ്യം വായിച്ചു. ആണെന്ന് ചെക്കൻ അത് തട്ടിയിട്ട് അതിന്റെ ഗ്ലാസ് പൊട്ടിച്ചു. വാച്ചിന്റെ ഗ്ലാസ് പൊട്ടിയതിന്റെ പേരിൽ അയാൾ ഭയങ്കര പ്രശ്നമായി, അകം പ്രശ്നമായി, കച്ചറിയായി. അപ്പോൾ അയാൾ പോകുന്ന വഴിക്ക് ഓഫീസിന്റെ താക്കോൽ എടുക്കാം മറ്റു പോയിട്ട് കാറ് തിരിച്ചു കുടിച്ച് വന്ന് വീട്ടിൽ നോക്കുമ്പോഴേക്ക് വീട് കൂട്ടിയിട്ട് ഭാര്യയും മാത്രം പോയി. ഭാര്യയും മാത്രം പോയി സ്കൂളിലേക്ക് പോയി. അപ്പോഴെ വിളിച്ചു, ഭാര്യയെ ഫോൺ വിളിച്ചു. പെട്ടെന്ന് താക്കോൽ കൊടുക്കുക. കുറെ നേരം കാത്തിട്ട് താക്കോല് കിട്ടാനിട്ട് അയാൾ വീട് ചവിട്ടി വെച്ചു. താക്കോലുടെ ആൾ ചെല്ലുമ്പോഴേക്ക് അന്നത്തെ മീറ്റിങ്ങിന് വന്ന ആള് കാത്തു നിന്നിട്ട് അവര് പോയി. അയാള് ആകെ പ്രശ്നം. പിന്നെ അന്വേഷിച്ചപ്പോഴാ ഭാര്യ സ്പീഡിൽ വണ്ടി ഓടിച്ച് വരുമ്പോൾ ബൈക്ക് ആക്സിഡന്റ്. ഇതെല്ലാം തുടങ്ങിയത് ചെറിയ വിഷയത്തില്. ആ സമയത്ത് വാച്ച് കുട്ടിപ്പോയി. സാരല്ല, ഇത് ശ്രദ്ധിച്ചാൽ മതി എന്ന് ഒറ്റ വർത്താനം പറയും. ആ മോൻ അച്ഛാ ഞാനേനു അത് മാറ്റി വെച്ചത്, ക്ഷമിക്കണം എന്ന് പറഞ്ഞത്. ഈ ചെറിയ വിഷയങ്ങൾ കൊണ്ട് നമ്മൾ വലിയ കോപം വന്നിട്ട ഒരു ചെക്കൻ ഉമ്മാനെ അടിച്ചു കൊല്ലാൻ നോക്കി, ഉമ്മ മരിച്ചു എന്നുള്ള വിചാരത്തിൽ ഉപ്പാന്റെ ഏട്ടനെ കൊന്നു, ആരെ കൊന്നു, 5 എണ്ണത്തിനെ കൊന്നിട്ട് തിരിച്ചു വന്നില്ലേ? ഈ സ്വഭാവ കുട്ടികളിൽ ഉണ്ടാവുന്നത് വൈകാരികമായ പക്വത, ഇമോഷണൽ കോഷ്യന്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു ആള് കുട്ടീനെ എടുത്ത് നടന്നു പോവാ, അപ്പൊ കുട്ടി ഭയങ്കര കരച്ചല്. അപ്പൊ കുട്ടിയോട് ഇയാൾ അടങ്ങ് മാധവ എന്ന് പറഞ്ഞ് മുട്ടായി വാങ്ങിക്കൊടുത്തു. മുട്ടായി തീർന്നത് കുട്ടി വീണ്ടും കരയാ, നിലവിളിയാ. അപ്പൊ അടങ്ങ് മാധവ എന്ന് ഹോട്ടലിൽ കയറി ചായയും കടിയൊക്കെ വാങ്ങി. ഹോട്ടലിൽ ഇറങ്ങിയ ഉടനെ വീണ്ടും കുട്ടി കരയാൻ തുടങ്ങിയപ്പോ അടങ്ങ് മാധവ എന്ന് പറഞ്ഞ് കളിപ്പാട്ടങ്ങൾ വാങ്ങി. കളിപ്പാട്ടം കുറച്ചു നേരം കളിച്ച് വീണ്ടും അത് വലിച്ചെറിഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങിയപ്പോ അടങ്ങ് മാധവ എന്ന് പറഞ്ഞ് ഓരോന്ന് വാങ്ങി കൊടുക്കുക. കുട്ടി കരച്ചൽ നിർത്തുന്നില്ല. അപ്പോഴെല്ലാം ഇയാൾ അടങ്ങ് മാധവ എന്ന് പറഞ്ഞതൊന്നും വാങ്ങി. ഇതെല്ലാം കണ്ടിട്ട് കൊണ്ട് കൂടെ ഒരാൾ നടക്കുന്നുണ്ട്. അയാൾക്ക് സൈകട്ടില്ല. അയാൾ ഈ മനുഷ്യനോട് പറഞ്ഞു, എന്റെ അമ്മോ നിങ്ങളൊക്കെ ക്ഷമ, ഞാനാണെങ്കിൽ എന്തോ ചെയ്തു. എന്നിട്ട് കുട്ടിയോട് കൂടെ വന്ന് നിങ്ങൾ തട്ടിക്കരി, എന്താ നിനക്ക് വേണ്ട വാങ്ങി വന്നിട്ട് നീ എന്താണ് കരച്ചൽ നിർത്താത്തത്? അപ്പൊ അയാൾ പറഞ്ഞു, അയ്യോ കുട്ടീന്റെ പേര് മാധവ എന്നല്ല, രാജേഷ് എന്നാണ്. കുട്ടീന്റെ പേരെന്താ? രാജേഷ്. പിന്നെ നിങ്ങൾ ആരോടെ ഇടക്കിടക്ക് അടങ്ങ് മാധവ എന്ന് പറഞ്ഞ ആരാ മാധവൻ? അയാൾ പറയാ, മാധവൻ ഞാൻ തന്നെയാ. എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയുന്ന അടങ്ങ് മാധവൻ. മനസ്സിലായോ? അവനവനെ അടക്ക്, വൈകാരികമായ പക്വത. അനാവശ്യമായി കുട്ടികളെ നിരന്തരം കുറ്റപ്പെടുത്തിയും ശകാരിച്ചുള്ള വീട്ടിലെ കുട്ടിക്ക് ശകാരത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടു. 50 പൈസയുടെ കുടുക്ക് കുട്ടിയ 50 പൈസക്കേ പറയാം, അല്ലാതെ 500 രൂപയുടെ ചെയ്ത. സ്കൂൾ വിട്ട് വന്ന ഉടനെ അവൻ പറയുന്നത് കേട്ടിരിക്കും. രക്ഷിതാക്കളെ, നിങ്ങൾക്ക് ഒരു നാവേ ഉള്ളൂ, കേൾക്കാൻ 2 ചെവിയുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ അങ്ങോട്ട് പറയുന്നതിന്റെ ഇരട്ടി അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്നല്ലേ? അവൻ കേട്ടിരിക്കും, ഹൃദയം തുറന്നത്. വീട്ടിൽ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മാവനും അമ്മയും ആരൊക്കെയുണ്ട്, അവരെല്ലാം വീട്ടിലെത്തുന്ന സമയം ഏതാണെന്ന് ഇപ്പൊ തീരുമാനിക്കും. ആ സമയത്ത് നിങ്ങൾ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും കൂട്ടും. TV കൂട്ടണം, മൊബൈൽ ഫോൺ കൂട്ടണം, എല്ലാം കൂട്ടും. ദൂരെ കൈമിൽ വെക്കരുത്. കൈമിൽ വെച്ചാൽ പിന്നെ മക്കളെക്കാൾ ശൈലന്മാരുടെ ലീല് വരിക. അതുകൊണ്ട് അതിലെ നോക്കും. ഈ സ്കൂള് വന്നിട്ട് ടീച്ചറേ എന്റെ ചെക്കൻ മൊബൈൽ കളിയാന്ന്, ഗെയിം കളിയാന്ന് പരാതി പറയുന്ന രക്ഷിതാക്കളില്ലേ, അവര് വീട്ടിൽ ഇത് തന്നെയായിരിക്കും പരിപാടി. അവരിങ്ങനെ മാറ്റും. പക്ഷെ പിള്ളേർ എടുക്കാൻ ചോദിച്ചിട്ട് വരുന്ന കുറെ മാനസിക രോഗികൾ പിള്ളേർ മൊബൈൽ നോക്കുമ്പോഴേക്കും അസ്വസ്ഥം. നമ്മൾ നോക്കിയ പ്രശ്നം അത് രോഗമാണ്. അതുകൊണ്ട് ഇതെല്ലാം കൂട്ടിയിട്ട് മക്കളും എല്ലാരും കൂടി വട്ടത്തിലിട്ടിട്ട് ഹൃദയം തുറന്ന് വർത്തമാനം പറയാൻ 1/2 മണിക്കൂർ എല്ലാ ദിവസവും നിങ്ങൾ കണ്ടെത്തുക. ആ വർത്താനത്തിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പറയാം, നിങ്ങളുടെ ചിന്തകൾ പറയാം. ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ ആദ്യമായി ഒരു ഇന്ത്യക്കാരനെത്തിയല്ലേ? ആ എത്തിയ വാർത്ത വന്ന ദിവസം അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തി എത്ര വീട്ടുകാരുണ്ടെന്ന് കരുതിക്കുക. ആരെങ്കിലും അതിനെക്കുറിച്ച് പത്രം എടുത്തിട്ട് എന്തെല്ലാം മക്കളോടൊത്തൊന്ന് വർത്താനം. പിന്നെ എങ്ങനെയാ നിങ്ങളുടെ മക്കളുണ്ടാവുക? അതല്ലേ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ എന്താ ആധാര റോഡിലെ പോകുന്ന ബഷീർ ആ മഹാബുദ്ധിയോട്ടോനെ കേട്ടോ, പോയിനെ കുട്ടി തീരെ പോക്കാം. മുനിസിപ്പൽ കൗൺസിൽ ഒന്നിനും കൊള്ളില്ല, ചെയർമാൻ ആവാത്തോ.
MLA അതിൽ പോക്കാം, മന്ത്രിമാരെല്ലാം ഭക്ഷണന്മാര്, മുഖ്യമന്ത്രി ഭീകരൻ, പ്രധാനമന്ത്രി അതിൽ ഭീകരൻ, ലോകത്തെല്ലാവരും മോശം, ഒരാളെ ഉള്ളൂ ലോകത്ത് നല്ലത്, അതാരാ? ഞാൻ മാത്രം. ഈ ചർച്ച കേട്ട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മനോഭാവം എന്താണെന്നറിയോ? I am okay, you are not okay. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഈ മനോഭാവത്തിൽ നിന്ന് വേറെ 5 കൂടി വരുന്നു. ഈ 5 കൂടി വന്നിട്ട് 6 മനോഭാവമാണ് 1,29,000 ആളുകളെ കൊലപാതകത്തിനിടയാക്കിയത്. എന്താണത്? 1, ഞാൻ മാത്രം ശരി. 2, എന്റെ ദൈവം മാത്രം ശരി. 3, എന്റെ ജാതി മാത്രം ശരി. നിങ്ങൾ നോക്കൂ, മണിപ്പൂരിലുണ്ടായ കലാപം, കൂക്കികളും വേദികളും വംശീയ കലാപമല്ലേ. 4, എന്റെ മതം മാത്രം ശരി. 5, എന്റെ പാർട്ടി മാത്രം ശരി. 6, എന്റെ രാജ്യം മാത്രം ശരി. അതാണല്ലോ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം. ഈ 6 ശരി കൊണ്ടാണ് ലോകത്തിലെ സകല കലാപവും തെറ്റുമുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളോട് നിന്റെ ശരി എപ്പോഴാ യഥാർത്ഥ ശരിയാവുന്നത്? എന്റെ ശരിയും നിന്റെ ശരിയും ഒത്തുചേർന്ന് നമ്മുടെ ശരിയാവുമ്പോഴാണ് യഥാർത്ഥ ശരിയുണ്ടാവുക. മനസ്സിലായോ? അതുകൊണ്ട് വീട്ടിൽ ഹൃദയം തുറന്ന സംവാദങ്ങൾ, ചർച്ചകൾ ഉണ്ടാവണം. ആ ചർച്ചകളിലൂടെ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യും. 10:30 മുതൽ 11 മണി വരെ TV കാണുന്നത് നിർത്തുക. 10:30 മുതൽ 11 മണി വരെ FIR കഴിയും എന്നെല്ലാം പറഞ്ഞിട്ട് വാർത്തകൾ വരും, എല്ലാ ചാനലും ആസാനുണ്ട്. ഇതും കണ്ടുകൊണ്ട് നിങ്ങൾ ഉറങ്ങിയാൽ നിങ്ങളുടെ മനസ്സിൽ മാലിന്യങ്ങൾ നെഗറ്റീവാണ്. അതുകൊണ്ട് 10:30 11 മണിക്കോടെ നിങ്ങൾ TV കാണുന്നത് ദേവി വീട്ടിൽ തുറക്കരുത്. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് സ്ക്രീനിൽ നിന്ന് നിങ്ങളുടെയും മക്കളുടെയും കണ്ണ് പിൻവലിച്ചിരിക്കണം. TVയും കാണുന്നു നിർത്തണം, മൊബൈൽ ഫോണൊന്നും നിർത്തണം. ഇത് പലരും പുറപ്പിൽ ഇരുന്നിട്ട് ആടുന്ന് നോക്കി ആടുന്ന് ഉറങ്ങും. ഒരു കുട്ടിയോട് ചോദിച്ചു അടുത്ത ജന്മത്തിൽ ആരാവണം? കുട്ടികൾ പലതും പറഞ്ഞപ്പോൾ ഒരു കുട്ടി പറഞ്ഞു എനിക്ക് അടുത്ത ജന്മത്തിൽ ഒരു മൊബൈൽ ഫോൺ ആവണം. അതുകൊണ്ടാണ് പറഞ്ഞത് എന്നാ എന്റെ അമ്മേന്റെ നെഞ്ചത്ത് ചേർന്ന് കിടക്കാതെ മൊബൈൽ അമ്മ എപ്പോ ഇവിടെ വെച്ച് കിടന്നു നോക്കാം. ഒന്നും ആഗ്രഹമില്ല അമ്മേന്റെ നെഞ്ചത്തൊന്ന് ചേർന്ന് ഉറങ്ങണം. അതുകൊണ്ട് ഈ കിടക്കെ കിടന്നിട്ട് മൊബൈൽ ഫോൺ നോക്കുന്ന പരിപാടി ഇന്നോളം നിങ്ങൾ നിർത്തുക. മക്കൾ നിങ്ങളെ കണ്ടിട്ടില്ല. 1 മണിക്കൂർ മുമ്പ് അതെല്ലാം ഒഴിവാക്കുക. ഇത് കിടക്കാൻ നോക്കുമ്പോ എന്റെ സ്റ്റാറ്റസ് ആയാലും രോഗമാണ്. ഓക്കെ, അതുകൊണ്ട് ഹൃദയം തുറന്നു പറയാം. 3-ാമത്തതോ SOF, ഫോർവേഡിലി മുന്നോട്ട് കുനിയ. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ സന്ധികളെല്ലാം മുന്നോട്ടാ മടങ്ങുന്നത്, ഒന്നൊഴിച്ച്. പുറകോട്ട് മടങ്ങുന്ന ഒറ്റ സന്ധിയേ ഉള്ളൂ, കാലിന്റെ മുട്ട്. അതെന്തിനാ പുറകോട്ട് മടക്കി വെച്ചതെന്നറിയോ? മുന്നോട്ട് ഓടാൻ വേണ്ടി. മുന്നോട്ട് ഓടാനാണ് ഈ കാലിന്റെ മുട്ട് പുറകോട്ട് മടക്കി വെച്ച്. ഈ അവയവങ്ങളെല്ലാം മുന്നോട്ട് മടങ്ങിയിട്ട് നമ്മൾ ഞാനിങ്ങനെ അല്ലടാ എന്തിന്? മക്കളിലേക്ക് നമ്മൾ താഴും. നമ്മൾ വീട്ടിൽ നിങ്ങൾ പലരുമായിരിക്കും, വലിയ പൈസക്കാരായിരിക്കും, ബിസിനസ്മാൻ ആയിരിക്കും, ഭാരവാഹികളായിരിക്കും, കമ്പനി മുതലാളിയായിരിക്കും, HM ആയിരിക്കും, ഭക്ഷണമാരായിരിക്കും. അതെല്ലാം വീട്ടിൽ കഴിയുമ്പോൾ ചെരുപ്പാട് അയച്ചിടുക. നിങ്ങളുടെ ഈഗോന്റെ ചെരുപ്പ് അയച്ചാടിടുക. വീട്ടിലെത്തിയാ നമ്മൾ വെറും അച്ഛനാവുക. പഞ്ചായത്ത് സൊസൈറ്റിന്റെ കൊച്ചുമോള് വന്നു, കുട്ടീനെ എടുക്കണം ഇയാൾക്കുണ്ട്, പക്ഷെ കുഞ്ഞാ മോശല്ലേ, കുട്ടീന്റെ മുമ്പിൽ വാങ്ങവനെ എടുക്കാൻ പറ്റുമോ? നമ്മൾ കുട്ടിയിലേക്ക് താണാലേ കുട്ടി നമ്മളിലേക്ക് വരൂ. നമ്മൾ കുട്ടികളിലേക്ക് താഴും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബാല്യത്തിൽ പഠിച്ച പല കടങ്കഥകളും കുസൃതി ചോദ്യങ്ങളും കുരുത്തോല കൊണ്ടും കടലാസ് കൊണ്ടും പലതും ഉണ്ടാക്കാനെല്ലാം നമ്മളെ പണ്ട് നമ്മൾ അച്ഛനമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതല്ല നിങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തോ? കടലാസ് കൊണ്ട് തിരിയുന്ന തിരിപ്പ് ഫാൻ ഉണ്ടാക്കി കൊടുത്തോ? പറകിൽ ഊതുമ്പോ തുള്ളുന്ന തവളനുണ്ടാക്കി കൊടുത്തോ? പാല് പിടിച്ച് വലിക്കുമ്പോ ചിറകരിക്കുന്ന കൊറ്റീനി ഉണ്ടാക്കി കൊടുത്തോ? എന്തെല്ലാം ഉണ്ട്. ഒന്നുമില്ല, അറിയില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് അടിച്ചാൽ മതി, പോലെ കിട്ടും. എല്ലാം ഒന്ന് നോക്കട്ടെ. മക്കൾക്ക് ഇതൊക്കെ ചെയ്തു നോക്കട്ടെ. അവര് കടലാസ് കൊണ്ട് ഉണ്ടാക്കട്ടെ. ഈ പ്രായത്തിൽ ഇതെല്ലാം പഠിപ്പിക്കുന്ന കുട്ടികൾക്ക്. കഴിഞ്ഞ കൊറോണ കാലത്ത് മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഞാൻ വരെ ചുറ്റിപ്പോയി എന്റെ ഫോട്ടോ.
മേലെ വീട്ടിലിരിക്കും ബോസേ. സംഭവം എന്താന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിന്റെ അപ്പുറത്തെ കുട്ടികളെല്ലാം വരും, കോല കൊണ്ട് മടഞ്ഞിട്ട് ഒരു പലക പോലെ ഉണ്ടാക്കിയിട്ട് അതിന് 4 മൂലക്ക് ഈർക്കിളി ചുറ്റി ഉരുളുണ്ടാക്കി അത് വണ്ടി ഇങ്ങനെ ഉന്തിയിട്ട് എന്റെ വീട്ടിന്റെ അടുത്തുള്ള പൊന്നൂസിനെ ഉന്തിയിട്ട് പോകുന്ന ഫോട്ടോ എന്റെ ഭാര്യ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലുണ്ട്. അപ്പോ ജനപ്രതിനിധികൾ എന്താണ് ഈ കൊറോണ കാലത്ത് വീട്ടിലിരുന്ന് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടൊരു പങ്ക്തി തുടങ്ങുക. ആദ്യത്തെ എന്റെ ഫോട്ടോ അവര് ഫേസ്ബുക്ക് നിർത്തിട്ട് നിർത്തുക, ഞാൻ ഇങ്ങനെ കുട്ടിയുടെ കൈ പിടിച്ച് വണ്ടി ഉണ്ടി പോകുന്നത്, ഹെഡിങ് വീട്ടിലിരിക്കും ബോസേ. നമ്മുടെ വീടുകൾ സർഗാത്മകമാക്കും. കടലാസ് കൊണ്ടും ഓല കൊണ്ടും പല തെത്താം. ഒരു തോണി ഉണ്ടാക്കിയിട്ട് ആ തോണിയുടെ അടിയിൽ ചെറിയ ഒരു അലക്ക് സോപ്പിന്റെ കഷ്ണം അടിയിൽ വെറുതെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ തോണി വെള്ളത്തിൽ വെച്ചാൽ തോണി ഒറ്റക്ക് പോകുന്നതാണ്, തനിയെ പോകും. അപ്പൊ കുട്ടികൾ അത്ഭുതത്തോടെ നോക്കൂലേ? അതൊക്കെ കുട്ടികളിൽ ആകാംക്ഷ ഉണ്ടാക്കും. ഇങ്ങനത്തെ ചില ചുട്ടുവിദ്യകളെല്ലാം കുറെ ഞങ്ങൾ. അതുകൊണ്ട് ഹൃദയം തുറന്ന് വർത്താനം പറയാം, ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയ, നിങ്ങളുടെ എല്ലാ ഈഗോവും കളയുക. അടുത്തത് ടി ടച്ച്, SOFTI, ടി ടച്ച്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒരു ഇന്ദ്രിയത്തെ നിങ്ങൾ പരിഗണിക്കുന്നത് അതിൽ പൗഡർ ഇടാനും മിനുക്കാനും മാത്രമാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, കാത് എന്ന ത്വക്ക് എന്നുള്ളതൊരു അവയവില്ലേ? നമ്മുടെ വികാരങ്ങളെല്ലാം ത്വക്കിലൂടെയല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും വല്ലാത്തൊരു സന്തോഷം അനുഭൂതി തോന്നിയിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് ഒരു ഭയം തോന്നിയിട്ടുണ്ട്, നിങ്ങളുടെ രോമകൂപങ്ങളെല്ലാം ഈ കപ്പന്റെ കുതിരുമുട്ടി പോലെ തോന്നി ഇല്ലേ? അതിനെന്താ പറയാ? രോമാഞ്ചം. ഇനി രോമം ഇല്ലാത്തവർക്ക് കോലാഞ്ചം കൂട്ടാം ഇല്ലേ? അവിടെ ഒന്ന് തലോടുമ്പോ, അവിടെ ഒന്ന് സ്പർശിക്കുമ്പോ കിട്ടുന്ന മനസ്സിലേക്കുള്ള ഒരു കണക്ഷനാണ് അവിടെ. നിങ്ങളുടെ കുട്ടികളല്ലേ എല്ലാം ഈ മൊബൈലിൽ ടൈപ്പ് ചെയ്ത് അക്ഷരങ്ങൾ മറന്നുപോവുക. അക്ഷരങ്ങൾ എഴുതുമ്പോ ഈ കയ്യിലെ തൊക്കിലൂടെ, പേശികളിലൂടെ അവന്റെ മനസ്സിലേക്ക് അക്ഷരത്തിനെ ഉറപ്പിക്കുന്നുണ്ട്. അറിയോ? കൈ കൊണ്ട് ഇങ്ങനെ കുനിച്ച് എഴുതണം, അല്ലാതെ ടൈപ്പ് ചെയ്താൽ മാത്രം പോരാ. സ്പർശനം വേണം. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളെ തൊടണം, അവരുടെ മുടിയിഴകളിൽ വിരലോടിക്കണം, അവരെ പുറത്തൊന്ന് മാന്തി കൊടുക്കണം, അവരെ ചേർത്ത് പിടിക്കണം, കെട്ടിപ്പിടിക്കണം. വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കിൻഡർ ജോയും അൽഫാമും ഡയറി മിൽക്കും കൊണ്ടു കൊടുക്കലല്ല വാത്സല്യം. വത്സം എന്ന വാക്കിന് നെഞ്ചെന്ന അർത്ഥം. നെഞ്ചോട് ചേർത്ത് പിടിക്കലാണ് വാത്സല്യം. പിടിയോ? ചേർത്ത് പിടിക്കും, അവരെ കെട്ടിപ്പിടിക്കും. നിങ്ങൾ മക്കളെ ശകാരിച്ചിട്ട് അവർക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പേ പ്രശ്നം തീർത്തോളൂ. എങ്ങനെ? അറിയാണ്ട് പറഞ്ഞു പോയതാ മോനെ, ക്ഷമിച്ചേക്കൊന്നും പറഞ്ഞില്ല, പിന്നെ ശകാരത്തിന് മൂല്യം ഉണ്ടാവില്ല. ഒന്നും വേണ്ട, അവൻ ഉറങ്ങാൻ കിടന്ന അവനെ പോയി കെട്ടിപ്പിടിച്ചാൽ കിടന്നാൽ മതി, തീർന്ന പ്രശ്നം. ഒന്ന് രാവിലെ അത് ഓർമ്മയൊക്കെ ഉണ്ടാവില്ല. അവനെ സ്പർശിക്കൂ, അവനെ തലോടൂ. നിങ്ങൾ അവനെ മാത്രം തലോടിയാൽ പോരാ, നിങ്ങളുടെ അച്ഛനമ്മമാരെ തലോടുന്നതും കാല് തടവുന്നതും കൈയിന്റെ ഞെട്ട് പൊട്ടിച്ചു കൊടുക്കുന്നതും ഒക്കെ അവൻ കാണണം. അവൻ കാണണം. അവർക്കും അതാണ് ഇഷ്ടം. പ്രായമുള്ള മനുഷ്യർക്ക് ഭക്ഷണവും പത്രവും പാർപ്പിടവും മരുന്നും മാത്രം കൊടുത്താൽ പോരാ, അവർക്ക് നല്ല സ്പർശനം വേണം. അതാണ് വേണ്ടത്. ഇനി മക്കളുടെ മുന്നിൽ അച്ഛനമ്മമാരും സ്പർശനം, അടുത്തിരുന്ന് വർത്താൻ പറയാം, ബഹുമാനത്തോടെ അടുത്തിരുന്ന് വർത്താൻ പറയാം. അച്ഛനമ്മയും അടുത്തിരിക്കണം. ഒന്ന് കൈയെടുത്തിട്ട് പുറത്ത് പിടിച്ചാൽ മക്കള് കാണുക, കളിക്കുന്ന പിള്ളേർ കാണില്ലെന്നും പറയണ്ട. പിള്ളേർ കണ്ടാൽ നിങ്ങളൊന്ന് ഭാര്യ ഭർത്താവില്ലേ, നാട്ടുകാർ അംഗീകരിച്ച് കല്യാണം കഴിച്ചല്ലേ. പ്രേമിക്കണം എന്നർത്ഥം. അച്ഛനമ്മയും പ്രേമിക്കണം. പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല. കല്യാണം വരെ മാത്രമാണ് പ്രേമം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പ്രേമം പാടില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. വിവാഹം കഴിഞ്ഞാൽ വാട്സപ്പിലായി, കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ I love you ഐ ലൈഫ് പറഞ്ഞു. എന്താ പറയാത്തതെന്ന് ചോദിച്ചപ്പോ ഒരാൾ സദസ്സെന്ന് പറയാം, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ. കണ്ണാണ് നമ്മുടെ പേഴ്സണാലിറ്റി. നമ്മുടെ കണ്ണ് പോലെ ലോകത്ത് ഒരാൾക്ക് കണ്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വിദേശത്ത് പോകുമ്പോൾ ഇമിഗ്രേഷൻ പോയാൽ വിമാനത്താവളത്തിൽ കണ്ണിന്റെ ഫോട്ടോ എടുക്കുക, തിരിച്ചു വരുമ്പോൾ കണ്ണിന്റെ ഫോട്ടോ എടുക്കും. ഈ പോയ ആള് വന്നു, അതാണ് അവർക്ക് കണക്കായി. പാസ്പോർട്ടിനേക്കാൾ പ്രധാനം കണ്ണാണ്. ആ കണ്ണിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആർദ്രതകളും ദൈന്യതകളും കാണണം, നോക്കണം, അതിൽ നോക്കണം. ആ കണ്ണിലേക്ക് നോക്കാൻ അച്ഛനമ്മമാർക്ക് കഴിയാത്തതിന്റെ പേരിൽ ഇന്ത്യയിൽ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്. അറിയാം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം മഹാഭാരത യുദ്ധമാണ്. അതിന്റെ കഥ വായിച്ചവർക്കറിയാം എന്താ മഹാഭാരത യുദ്ധത്തിന് കാരണം.
കൗരവന്മാരുടെ തോന്നിയാസം. ഈ കൗരവന്മാരെ എങ്ങനെ തോന്നിയാസില്ല? ഒന്നും തോന്നിയാസി ചെയ്തില്ല. നല്ല മക്കളായിരുന്നു കേട്ടോ കൗരവന്മാര്. മൂത്തോന്റെ പേരെന്താണെന്നറിയോ? കൗരവന്മാരിൽ മൂത്ത ആളെ പേരറിയോ? അറിയില്ല. കുറച്ച് പുസ്തകം വായിക്കണം കേട്ടോ, കുറച്ച് പുസ്തകം വായിക്കണം. ദുര്യോധനൻ അല്ലേ? എന്നാ ദുര്യോധനൻ ആയിരുന്നില്ല, സുയോധനനായിരുന്നു. സുയോധനനാണ് നല്ലതല്ലേ? കാരണം അച്ഛന് കണ്ണു കാണൂല, നമുക്ക് കണ്ണു. പക്ഷെ വിവാഹ പന്തലിൽ കയറിയതിനു ശേഷമാണ് ഭർത്താവ് അന്ധനാണെന്നുള്ള വിവരം കാന്താരി അറിയുന്നത്. ദേഷ്യം വന്നിട്ട് മന്ത്രകോടി എടുത്ത് കണ്ണു കെട്ടി ശപഥം ചെയ്തു, എന്റെ ഭർത്താവിന് കാണാത്ത ലോകമിനി ഞാൻ കാണുന്നു. 100 ആണിനെയും ഒരു പെണ്ണിനെയും പറ്റി, ഒന്നിനെ പോലും അച്ഛനും കണ്ടില്ല, അമ്മയും കണ്ടില്ല. 100 യുദ്ധത്തിൽ പടഞ്ഞു മരിച്ചു. ഈ 100 മക്കളുണ്ടായിട്ട് ഒരു മരിച്ചിട്ടൊരു ചിതക്ക് തീ കൊടുത്താൻ ഒരാണ് ബാക്കിയായോ? എന്നിട്ട് അവസാനം പുത്രവിയോഗ ദുഃഖത്തിൽ മനം നൊന്ത് കാട്ടിലേക്ക് ഓടിപ്പോയിട്ട് കാട്ടുതീയിൽപ്പെട്ട് പച്ചക്ക് വന്ന് മരിക്കുകയും ചെയ്തത് ഈ ധൃതരാഷ്ട്രം ഗാന്ധാരിയും. അറിയണം, കഥകളിൽ നിന്ന് പാഠം പഠിക്കാനുണ്ട്. ഭർത്താവിന് കണ്ണ് കാണില്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ കണ്ണാവണ്ടേ? പഴയൊരു സിനിമ പാട്ട് കേട്ടു നിങ്ങൾ? കണ്ണ് കാണാത്ത ഭർത്താവും കണ്ണ് കാണുന്ന ഭാര്യയും കൂടി പാടുന്ന യുഗ്മഗാനം. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. അപ്പൊ ഭാര്യ എന്താ പാടിയത്? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ. കണ്ണിൽ നോക്കൂ. അടുത്തത് ടച്ച്, ഐ കോണ്ടാക്ട്. അടുത്തത് ഈ അവസാനത്തെ എൻ, നോഡി. എന്താ നോഡി? ഡെമോക്രാറ്റിക് ബോഡി ലാംഗ്വേജ് ആണ് നോഡി. പലരുടെക്ക് സംഭവിക്കും. മക്കള് പറയുന്നതും ഭാര്യ പറയുന്നതും ഭർത്താവ് പറയുന്നതും ഒക്കെ പരസ്പരം അംഗീകരിക്കുവാനുള്ള വിശാല ഹൃദയം. എല്ലാം ഞാൻ പറയുന്ന മാത്രം ശരി എന്ന ഈഗോട്ടൽ. നിങ്ങളുടെ വീട് ഡെമോക്രാറ്റിക് ആവും. ഹൃദയത്തിൽ എല്ലാവർക്കും ഈക്വാലിറ്റി. ഭക്ഷണം പാചകം ചെയ്യുന്നത് അച്ഛനും മക്കളും എല്ലാം ഒത്തുകൂടി ഭക്ഷണം പാചകം ചെയ്തൊക്കെ അതിന്റെ രസം പറയാം. എല്ലാരും എല്ലാം ചെയ്യുക, പരസ്പരം ബഹുമാനിക്കുക. ഇത് പല വീട്ടിലും ആണുങ്ങള് മൽവാദേവനും ഭാര്യയും മക്കളും കട്ടപ്പി അടിക്കും. ചായ ചോറ് അട്ടഹാസം. എന്തിന്? പരസ്പര ബഹുമാനത്തോടെ ജീവിക്കുന്ന വീടാണ്. അച്ഛനും അമ്മയും പരസ്പര ബഹുമാനത്തോടെ ജീവിക്കുന്ന വീട്ടിലെ കുട്ടികൾക്ക് നല്ല മനസ്സുണ്ടാവുന്ന പറയും. ഇത് പല പുരുഷന്മാരുടെ ഈഗോയാണ് പ്രശ്നം അല്ലേ? ഒന്ന് വീട്ടു ജോലികളൊന്ന് ഷെയർ ചെയ്തു. ഞാൻ കുടുംബശ്രീയിലൂടെ നടത്തിയ ഒരു ചെറിയ പഠനത്തിൽ നിന്ന് മനസ്സിലായ കാര്യം, കേരളത്തിലെ 57% പുരുഷന്മാരും അവനവന്റെ അണ്ടർവെയർ പോലും അലക്കില്ല. അണ്ടർവെയർ അലക്കാൻ ഭാര്യനെയോ പെങ്ങളെയോ അമ്മേനെ ഏൽപ്പിക്കുന്ന വൃത്തികെട്ടന്മാര്. ഇപ്പൊ ചിലയാൾ വിളിക്കുന്ന വിചാരിക്കുന്നുണ്ട്, ഇയാളെ പുറകിക്കാൻ വിളിച്ചാമത്തായല്ലോ. അത് പരസ്പരം പങ്കുവെച്ച് ബഹുമാനത്തോടെ ജീവിക്കുക. നമ്മുടെ കുട്ടികളെ എല്ലാ ജോലിയും ചെയ്യാൻ പഠിപ്പിക്കണം കേട്ടോ. അമ്മമാര് എല്ലാ കാലവും നിങ്ങൾക്ക് വെച്ച് ഉറങ്ങാൻ കഴിയുമോ മക്കൾക്ക്? അവര് ഹോസ്റ്റലും മറ്റു പല ഇടങ്ങളിൽ പോകും. എന്തൊക്കെ ഒരു പ്രയാസം വരുമ്പോ ഒരു മുട്ട പൊട്ടിച്ച് ഓംലേറ്റ് ആക്കാനും ഒരു റൊട്ടി ചൂടാക്കി കഴിക്കാനും കുറച്ച് മാവ് ദോശയിട്ട് ചൂടാനും പഠിപ്പിച്ചിട്ടില്ലേ? നല്ല അമ്മയല്ല നിങ്ങള്. കുട്ടികളെ പാചകം പഠിപ്പിക്കുക. അറിയണം, എന്റെ മോൻ നന്നായിട്ട് പാചകം ചെയ്യും. അവൻ ഓരോ ഹോസ്റ്റലിൽ നിന്നും വരുമ്പോ, ഓരോ തവണ വരുമ്പോ പുതിയ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കും. അതിന്റെ പരിശീലനം ഇന്നൊക്കെ വാങ്ങി വെച്ചോ എന്നാ പറയാ. പാചകം ചെയ്യണം, അലക്കണം. ഒരു 5ാം ക്ലാസ്സിൽ എത്തുന്ന കുട്ടി അവനവന്റെ അണ്ടർവെയർ അലക്കാൻ പഠിപ്പിക്കണം. ഇത് സ്കൂള് രാവിലെ ചില വീട്ടിൽ നിന്ന് ഒരു അലാറം കേൾക്കാം, കേട്ടിട്ടുണ്ടോ? സ്കൂൾ ബസ് വരുന്ന സമയമാകുമ്പോ എന്റെ ട്രൗസറ്, എന്റെ ബാറ്റിൽ ബോട്ടില്, എന്റെ ഷർട്ട്, എന്റെ ബാഗ്, എന്റെ സ്ലേറ്റ്, ഇത് അച്ഛനും അമ്മയും എടുത്ത് ഇവൻ അങ്ങനെ നിന്നോളൂ. ഇതെല്ലാം ഇട്ട് എന്നിട്ട് സ്കൂൾ ബസ്സില് തള്ളി ബഹിരാകാശ യാത്രികന് റോക്കറ്റ് കയറ്റുമ്പോ തള്ളി അങ്ങ് കയറ്റി. ഇന്നത്തെ സമാധാനം, ഇനി നാളെ തെറ്റ്.
5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും ഒരു കുട്ടി അവനവന്റെ കാര്യങ്ങളെല്ലാം സ്വയം എടുത്ത് പോകാൻ, സ്വയം ഒരുങ്ങാൻ പഠിച്ചിരിക്കണം. അത്തരത്തിൽ ഒരു ഡെമോക്രാറ്റിക് ആയിരിക്കുന്ന വർക്ക് ഡിവിഷൻ നിങ്ങളുടെ വീട്ടിലുണ്ടാവും. അത്തരത്തിൽ പരസ്പര ബഹുമാനം ഉണ്ടാവും. അഭിപ്രായങ്ങൾ കേൾക്കണം. അവൻ പറയുന്നതിൽ കാര്യമുണ്ട്, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും രാത്രി ഒരു അരമണിക്കൂർ നേരം ഞാനും മോനും ഫോണിൽ സംസാരിക്കും. അവൻ പുതിയ പുസ്തകങ്ങളെ പറ്റി എനിക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു തരുന്ന അവനാണ്. എന്റെ ഗുരുവാണിപ്പോ. എന്റെ ഗുരുവാണ് അവൻ. ഞാൻ അവന്റെ താഴെയാണ്. അതിൽ എനിക്ക് ഒരു കുറ്റബോധമില്ല. എന്റെ മോൻ എന്നേക്കാൾ വലുതാവുന്നതിൽ എനിക്ക് എന്തൊരു ആനന്ദമാണ്. മനസ്സിലാക്കണം. അതുകൊണ്ട് ഈഗോ വേണ്ട. നോഡിങ്, തലകുലിക്ക് സമ്മതിക്കുക. അപ്പോ സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. കിട്ടിയോ? അത്തരത്തിൽ നിങ്ങളുടെ കുടുംബം സ്വപ്നങ്ങൾ അലങ്കരിക്കും. നമ്മുടെ വീട് കണ്ട് സ്വർഗം നാണിക്കുന്നു. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ വായിക്കാൻ തുടങ്ങും. നിങ്ങൾ വളരണം. മത്തം കുമ്പളങ്ങന്റെ മിടിയില്ലേ, പൂവിൽ നിന്ന് പുറത്തു വന്ന ഒരു ചെറുനാരങ്ങന്റെ വലുപ്പത്തിൽ, അത് ചെടിയിൽ നിന്ന് പറിക്കാൻ തന്നെ മൺകലത്തിലിട്ടു. എന്നിട്ട് ചെടിക്ക് നല്ലോണം വെള്ളവും പടവും. മത്തൻ ഇങ്ങനെ വളരുമ്പോ മൺകലം വളരുമോ? അപ്പോ എന്താവും? ഒന്നുകിൽ മൺകലം പൊട്ടും. മൺകലത്തിന് ഉറപ്പുണ്ടെങ്കിൽ മത്തം കിട്ടും. ഈ മിടിയാ നിങ്ങളുടെ മക്കള്. മൺകലം നിങ്ങളാ. കുട്ടി വളരുമ്പോ നിങ്ങൾ വളർന്നില്ലെങ്കിൽ നിങ്ങളെ ധിക്കരിച്ചാൽ പുറത്തു. അല്ല, നിങ്ങൾ നല്ല ഉറപ്പിൽ ഭയങ്കര അച്ചടക്കത്തിൽ പഠിപ്പിച്ചാണെങ്കിലോ മത്തങ്ങൾ കെട്ടു. കുട്ടിയുടെ ബുദ്ധി വളർച്ച പകർന്നു. നിങ്ങൾ വളരുക. നിങ്ങൾ ബിരിയാണി വാങ്ങിക്കൊടുക്കാറില്ലേ മക്കൾ? ബിരിയാണി പാർസൽ വാങ്ങില്ലേ? ബിരിയാണി ഹോട്ടലിൽ പോയി തിന്നില്ലേ? എന്നാൽ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ച ബിരിയാണി കാസർഗോഡ് സന്തോഷേച്ചി കാനത്തിന്റെ ബിരിയാണി. അത് കണ്ടവരൊന്ന് കൈമുക്കിയ. സന്തോഷേച്ചി കാനത്തിന്റെ ബിരിയാണി കണ്ടവരൊന്ന് കൈമുക്കി. ഒന്നും ഒരാളെന്നുള്ളു ബാക്കി. ഞാൻ വെറുതെ തട്ടിപ്പ് പറയുന്നതെല്ലാം തെളിവായിരുന്നു. സന്തോഷേച്ചി കാനത്തിന്റെ ബിരിയാണി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച കഥയാണ്. ഏറ്റവും കൂടുതൽ വായനശാലയിൽ ചർച്ച ചെയ്ത കഥയാണ്. അത് നിങ്ങൾ വീട്ടിലൊന്ന് ഒരാഴ്ച കൊണ്ട് വായിക്കും. ഞാൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോ ഏഴുന്നും കുറച്ച് പൈസ കിട്ടിയാൽ ഞാൻ നേരെ വടകര വരും. വീഡിയോ ഡോക്ടറെ കാണാൻ വേണ്ടി അവിടെ പോയി കുറെ നേരം ഇരിക്കുമ്പോഴുണ്ടല്ലോ നമ്മളെ ഭാഗം മാറി. ഒരാഴ്ച കോളേജിൽ നിന്ന് മാഷന്മാരെ ക്ലാസ് കിട്ടിയതിനേക്കാൾ എനിക്ക് ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കും. എന്താണെന്ന് ചാടി എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചുപോയി. ഡോക്ടർ, അയാളുടെ പേര് പുനത്തിൽ കുഞ്ഞബ്ദുള്ള. അത്ഭുത മനുഷ്യന് കേട്ടോ. അയാളോട് വന്നിരുന്ന് വർത്താനം പറയുമ്പോൾ ഒരു അത്ഭുതമാണ്. നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ കുട്ടികൾ ഏതൊക്കെ ഒരു എഴുത്തുകാരനെ കാണിച്ചു കൊടുത്തു, അയാളോടൊന്ന് വർത്തമാനം പറയാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു കവിയെ കാട്ടിക്കൊടുത്തിട്ടുണ്ട്. ഒന്നും വേണ്ടേ? പിറന്നാളിനും വിവാഹ വാർഷികത്തിനും കല്യാണത്തിനും നെയ്പായസം വെച്ച് വളർന്നു. മാധവിക്കുട്ടീന്റെ നെയ്പായസം കണ്ടവർ എത്രയുണ്ട്? ഒന്ന് കൈമുക്കിയ. അത് കുറച്ചാളുണ്ട്. കാരണം പ്ലസ് ടു പഠിക്കാനുണ്ട്. അത് വാങ്ങിച്ച ഒരു കുട്ടി തന്നെ അമ്മയെ വൃദ്ധമന്ദിരത്തിൽ തള്ളില്ലെന്ന് ഉറപ്പാ. പൂവമ്പഴം പലതരം പഴമായി കൊടുക്കും. കാരൂർ നീലകണ്ഠപ്പള്ളിയുടെ പൂവമ്പഴം കണ്ടിട്ടുണ്ടോ? ഇല്ല. നീലകണ്ഠപ്പള്ളിയുടെ ഒരു 4 കഥയും വായിച്ചു. 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഒരു കുട്ടി 10 നാടകമെങ്കിലും നിങ്ങൾ കാണിച്ചിരിക്കണം. 10 നാടകമെങ്കിലും കാണിച്ചിരിക്കണം. അറിയണം. ഒരു 100 കവിതയെങ്കിലും ആ കുട്ടി വായിച്ചിരിക്കണം. അതിനിപ്പോഴേ തുടങ്ങ്. നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങളുടെ ഇടവേളകളിൽ കുട്ടിക്ക് പറ്റിയത് എന്ത് എന്ന് അന്വേഷിക്കുക. അങ്ങനെ വളർത്തും. ഇപ്പോൾ അവന്റെ ശരീരവും മനസ്സും തമ്മിലുള്ള യുദ്ധമാണ്. മൃഗങ്ങളുടെ ശരീരമാണ് ഗുരു, മനസ്സ് ലഘുവ. ഗുരു എന്ന് പറഞ്ഞാൽ മാഷെന്നല്ലേ, വലുത് നടത്തപ്പെട്ട. ഗുരുതരമായി പരിക്ക് പറ്റി എന്ന് പറഞ്ഞാൽ മാഷം മാത്രം പരിക്ക് പറ്റിയതല്ലോ, വലിയ പരിക്ക് പറ്റി. മൃഗങ്ങൾക്ക് ഈ സ്കൂളിന്റെ മുറ്റത്തൊരു പശു വന്നാൽ അതിന്റെ ശരീരം പറയാ ഇപ്പൊ മൂത്രയിക്കണം. അപ്പൊ മനസ്സ് പറയോ പറ്റൂല, സ്കൂളാണ്, ടോയ്ലറ്റിൽ കുഴപ്പമില്ല. അവിടെ പാല് പറിച്ചു, അവിടെ ചാണകം. തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളത്തിന് ആന മുമ്പിൽ ആന മൂത്രമൊഴിക്കും, കൊണ്ടുപോകും. പട്ടികൾ റോഡിൽ വെച്ച് ഇടചേരും. പള്ളിക്കാരന്മാരോ കല്യാണോ
മനസ്സമ്മതം ഒന്നും കണ്ട റോഡിൽ നിന്നാണ് ചെയ്യും. കാരണം അതിന്റെ ഗുരു ശരി മനസ്സിലില്ല. മനുഷ്യന്റെ മഹത്വം ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സ് ഗുരുവാകുമ്പോഴാണ് മനുഷ്യനാവുന്നത്. പക്ഷേ ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോ ഒരു 8ാം ക്ലാസ്സിൽ എത്തുമ്പോ കൗമാരം തുടങ്ങുമ്പോഴേക്ക് കുട്ടികളുടെ ശരീര ഗുരുവും മനസ്സിലെത്തുക. ശരീരത്തിന്റെ ഹോർമോണുകൾ അവന്റെ മനസ്സിനെ സ്വാധീനിക്കുക. ഹോർമോൺ വേണ്ടേ? ഹോർമോണില്ലെങ്കിൽ നമ്മളുണ്ടാവും, നമ്മളുണ്ടാവോ, നമുക്ക് മക്കളുണ്ടാവും. ഹോർമോൺ വേണം. പക്ഷെ നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് ഹോർമോൺ ഉണ്ടാകാൻ കുറച്ച് കഴിയും. കാരണം ഉച്ചക്കത്തെ കറി ചക്കക്കുരു വെള്ളരിക്ക് പോലെ, രാത്രിയോ വെള്ളരിക്ക് ചക്കക്കുരു, ഇതിനെക്കൊണ്ട് എന്ത് ഹോർമോൺ? 10ാം ക്ലാസ്സിൽ എത്തുമ്പോ ആണ് പ്രേമലം തോന്നുന്നത്. അത് തന്നെ വന്നാൽ പറയാൻ ധൈര്യം. ആദ്യം പറയും അതിന് മുട്ടൂല. അവസാനം സെന്റ് ഓഫ് ആയത് ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുത്തു. കടലിനെ മറന്നാലും കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എഴുതി 2 വൈകി പോയി. പിന്നെ ഒരു വിവരമില്ല. അങ്ങനെ വന്ന് വാട്സപ്പില്ല, ഇൻസ്റ്റഗ്രാമില്ല, ഫേസ്ബുക്കും ഇല്ല. ഇപ്പൊ അതെല്ലാം കിട്ടിയപ്പോ, വാട്സപ്പെല്ലാം വന്ന് ഫോണെല്ലാം കിട്ടിയപ്പോ പഴയ ആളുകളെല്ലാം തപ്പി ഇറങ്ങിയിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളോട് അല്ലേ? നമ്മുടെ കുട്ടികൾ ഇപ്പൊ ചക്കക്കുരുമ്പഴേക്ക എത്രയും മീനൊന്നും 4 ലക്ഷമാണ്. അതുകൊണ്ട് 8ാം ക്ലാസ്സിലെ പെണ്ണ് തെറ്റി. കുട്ടീന്റെ അച്ഛനാരാ 7ാം ക്ലാസ്സിലെ പെണ്ണ് കണ്ടില്ലേ? എന്താ അവന്റെ ശരീരം മുഖ്യമാണ്. മനസ്സിന്റെ ശക്തി കുറഞ്ഞു, അത് പറ്റില്ലടാ എന്ന് പറയാൻ മനസ്സ് വേണ്ടേ? അതുകൊണ്ട് ആ മനസ്സിനെ വളർത്തുക. ശരീരത്തിനെ തൃപ്തിപ്പെടുത്താൻ ഭക്ഷണത്തിന് കഴിയില്ല. കാരണം വിശപ്പാണ്. ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്നത് വിശപ്പില്ലല്ലോ. പണ്ട് LP സ്കൂളിൽ നമ്മൾ ഉപ്മാവിന്റെ ടേസ്റ്റ് പിന്നെ ഒരു ഉപ്മാവും കിട്ടിയില്ല. കാരണം അത് വിശപ്പുണ്ട്. ഇപ്പൊ വിശപ്പില്ല. അതുകൊണ്ട് പുതിയ തട്ടുകടകളിലേക്ക് അജിനോമോട്ടോ മസാല കൂട്ടോ കൊണ്ടൊന്നും അവനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. അവസാനം ശരീരം തൃപ്തിപ്പെടണമെങ്കിൽ കവിതയും വ്യാകരണവും മതിയോ? വ്യാകരണം വഹിച്ചാൽ വിശപ്പുമാകില്ല, കവിത ചൊല്ലിയ ദാഹമാകില്ല. കാരണം ശരീരം ഒരു പദാർത്ഥമാണ്. പദാർത്ഥത്തിന് പദാർത്ഥം തന്നെ വേണം. പദാർത്ഥത്തിന് 3 അവസ്ഥ: ഖരം, ദ്രാവകം, വാതകം. ഖരം MDMA, ദ്രാവകം മദ്യം, വാതകം കഞ്ചാവിന്റെ പുക. അതുകൊണ്ട് ഇതിനടിമയാണെന്ന് മനസ്സിലായി. ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ എളുപ്പ വഴിയാണ്. പണ്ട് UP സ്കൂൾ പഠിക്കുന്ന ഒരു കണക്കിട്ടെ, എളുപ്പ വഴിയിൽ ക്രിയേറ്റ് ചെയ്യുക. ഒരു ചോദ്യം കണക്കിൽ എന്റെ ഒരു സുഹൃത്ത് കോപ്പി അടിച്ച് മാറ്റി പിടിച്ചാൽ മാറ്റോടൊന്നും ഇതാ ഏറ്റവും എളുപ്പ വഴി. അതുപോലെ ശരീരത്തെ തൃപ്തിപ്പെടുത്താനുള്ള എളുപ്പ വഴി എന്താ? ഇത്തരത്തിലുള്ള രാസലഹരികൾ ഉപയോഗിക്കുക. മനസ്സിലായോ? ഈ ലഹരിക്ക് അടിമയാവാൻ കുട്ടികൾ പോകുമ്പോ നാട്ടിലെ ലഹരി കച്ചവടം മൊത്തം നിൽക്കുവോ? നിൽക്കൂല. കാരണം മരണ ലാഭമുള്ള സംവിധാനം. ലാഭം കിട്ടുക എന്തും ചെയ്യും ആള്. ഭയങ്കര മഴ വരുന്നു, മഴയിൽ നിന്ന് നമ്മുടെ കുട്ടികൾ നനയാതിരിക്കാൻ നമുക്ക് ആകാശത്ത് പന്തലിടാൻ പറ്റുമോ? പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ കുട്ടിക്കൊരു കുട ചൂടിക്കുന്നു. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. നമുക്കൊരു ചിരിയുടെ കുട ചൂടാം. രക്ഷകർത്തൃത്വം എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ പ്രക്രിയയാണ്. കുട്ടി വളരുമ്പോൾ നിങ്ങളും വളർന്നുകൊണ്ടിരിക്കുക. സ്കൂളെന്ന് പറയുന്നത് മാഷും ടീച്ചറും അല്ല, ത്രിവേണി സംഘമാണ്. രക്ഷകർത്താവിന്റെ സാന്നിധ്യവും ഒരു ഇടപെടലും പ്രധാന ഘടകം. അതുകൊണ്ട് ഈ കുട്ടികളുടെ മനസ്സ് വളർത്തുന്ന ആ സർവകലാശാലയാണ് നിങ്ങളുടെ കുടുംബം. അത് ശരീരത്തെ പോറ്റാനും ഉറങ്ങാനുമുള്ള സ്ഥലമല്ല, മനസ്സിനെ വളർത്തുന്ന ഇടമാണ്. പ്രകൃതിയോടൊത്തുചേർന്ന്, ശാസ്ത്രത്തോടൊത്തുചേർന്ന്, സമൂഹത്തോടൊത്തുചേർന്ന് ഇത് 3ഉം ചേരണം. ശാസ്ത്രവും പ്രകൃതിയും സമൂഹവും അതിനെ കണക്ട് ചെയ്തുകൊണ്ട് വളർത്തേണ്ടതാണ് മനസ്സ്. അങ്ങനെ മനസ്സ് വളർത്തി നല്ല കുട്ടികളായി നമ്മുടെ മക്കളെ പറ്റി ഒരു ടെൻഷനും ഇല്ലാതെ അവര് സ്വന്തമായ വ്യക്തിത്വമുള്ള കുട്ടികളായി വളർത്തിയെടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ച സരിത സിസ്റ്റർക്കും PTA കമ്മിറ്റിക്കും നന്ദി പറയുന്നു. വൈകി എത്തിയിട്ടും ഇത്ര നേരം എന്റെ ക്ലാസ് കേട്ടിരുന്ന നിങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു അധ്യയന വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ് ചുരുക്കുന്നു. നമസ്കാരം. ഈ ഒരു വേളയിൽ വെച്ചുകൊണ്ട് അവരെ ഒന്ന് അനുമോദിക്കണമെന്ന് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. തേജ് സാർ ഇവിടെ ഉള്ളപ്പം, നിങ്ങൾ എല്ലാവരും ഉള്ളപ്പം നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ മുൻപിൽ വെച്ച് ആദരിക്കണം എന്നൊരാഗ്രഹം തോന്നിയതുകൊണ്ടാണ്. 14 പേർക്ക് കിട്ടിയിട്ടുണ്ട്. 2 കുട്ടികളിൽ ഒരെണ്ണത്തിൽ 1 മാർക്കിനാണ് പോയിരിക്കുന്നത്. അവരും അതിനർഹരാണ് എന്ന് ഉറപ്പായിട്ട് നമുക്കറിയാം.
അവരെയും ഇതിൽ വേദിയിൽ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. സാറിന് നന്ദി പറയാൻ അധ്യാപിക വരുമെങ്കിലും 2 വാക്ക് അറിയുന്ന വ്യക്തി എന്ന പേരിൽ ഞാൻ പറയുകയാണ്. സ്നേഹബഹുമാനപ്പെട്ട സുരേഷ് സാർ, ഞാൻ സാറിനെ ഇതുവരെ അങ്ങനെ വിളിച്ചിട്ടില്ല. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. നീണ്ട 16-17 കൊല്ലത്തെ ബന്ധങ്ങളാണ്. മോൻ ഇന്ന് എന്നെക്കാളും വലുതായി. മോനൊന്ന് 5 വരുമ്പം ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. ടീച്ചർ എടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം, അവന്റെ ക്ലാസ്സിലൊന്നും അല്ല, അവൻ അതിനേക്കാൾ 4 ഇരട്ടി മുൻപിലാണ് അവൻ ചിന്തിക്കുന്നത്. അവൻ വായിക്കുന്ന ബുക്കുകൾ ഹരിതസസ് വായിച്ചതിനേക്കാൾ ഇരട്ടിയാണ് എനിക്കറിയാം. അങ്ങനെ മോനെ, സാർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സാറ് അനുഭവത്തിൽ നല്ലാതെയല്ല പറഞ്ഞത്, അനുഭവത്തിൽ മോനെ അങ്ങനെ വളർത്തിയിരിക്കുന്നത്. ആസാദിനെ പറ്റി ഞാൻ എവിടെ എന്ത് കണ്ടാലും ഞാൻ വായിക്കും. അത്രയും അടുപ്പമുള്ളൊരു വ്യക്തിയാണ് സാർ. ഇന്ന് എൻ്റെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരാൻ ഇത്രയും തിരക്കുള്ള, എനിക്കെല്ലാവർക്കും അറിയാം, ഒരിക്കലും കിട്ടില്ല. പലരും എന്നോട് പറയാം, സിസ്റ്റർ എങ്ങനെയാ സാറിനെ സംഘടിപ്പിച്ചതെന്ന്. അത് വ്യക്തിബന്ധത്തിന്റെ പേരിലാണ്. പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ എല്ലാവരുടെയും പേരില് ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ പ്രാർത്ഥന കൂടെയുണ്ട്. സാറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിന് നന്മ ചെയ്യുന്ന വ്യക്തിയാണ്, എനിക്കറിയാം. അതുകൊണ്ട് ഇനി കൂടുതൽ തൻ്റെ അറിവിൻ്റെ ജ്ഞാനകോശത്തിൽ നിന്നും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ സമ്മാനം നൽകുന്നതിനായി സാറിനെ ക്ഷണിക്കുന്നു. വിജയികളെ ആദരിക്കുന്നതിനായി സാറിനെയും ഏറ്റുവാക്കുന്നതിനായി കുട്ടികളെയും ക്ഷണിക്കുന്നു. ആരാധ്യ രാജേഷ്, ആർച്ച പ്രശാന്ത്, അശ്വിത മേനോൻ, അൻഷിക എ, ദേവിക ജിതീഷ്, ദേവിക ജിതീഷ്, ഹിദായ ബിജു, ഹയ ഫാത്തിമ, ലയ ഫാത്തിമ, മെഹ്റാൻ സാക്കിബ്, റന പി കെ, സാദിക സനൽ, താങ്ക് യു സർ. നന്ദി പ്രകാശനത്തിനായി സാന്ത ടീച്ചറിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. രണ്ടായിരത്തി 25-26 അധ്യയന വർഷത്തിലെ ആദ്യത്തെ ജനറൽ ബോഡി മീറ്റിംഗാണ് ഇവിടെ ഇപ്പോൾ നടന്നത്. ഇന്നത്തെ മുഖ്യ അതിഥി ശ്രീ സുരേഷ് ബാബു സാറാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കണ്ണൂർ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ,
ലൈബ്രറിയൻ എന്നീ മേഖലകളിൽ സജീവ സാന്നിധ്യം തെളിയിച്ച ഒരാളാണ്. ഒരു അത്ഭുതത്തോടെ മാത്രം കേൾക്കാൻ പറ്റുന്ന വാക്കുകളാണ് സാറിൻ്റെ ഓരോ വാക്കുകളും. കുട്ടികൾക്ക് ചിന്തിക്കാനും നല്ല അറിവ് പറഞ്ഞു കൊടുക്കാനും മുതിർന്നവരുടെ തെറ്റായ ചിന്തകൾ മാറ്റം വരുത്താനും സാറിൻ്റെ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറിൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്കായി മാറ്റിവെച്ചതിന് സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തും. ഇന്നത്തെ ഈ മീറ്റിങ്ങിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് നമ്മുടെ മുൻ PTA പ്രസിഡന്റ് ശ്രീ മനോജ് സാറാണ്. സാറിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ സ്കൂളിന്റെ സാരഥിയായ പ്രധാന അധ്യാപികയും മദർ സുപ്പീരിയറുമായ സിസ്റ്റർ സരിത. രക്ഷിതാക്കൾക്ക് ഒരു ക്ലാസ് കൊടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് സിസ്റ്റർ ആദ്യം പറഞ്ഞ പേര് സാറിന്റെ പേരായിരുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയ സിസ്റ്റർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇനി പരിപാടിയിൽ എത്തിയിരിക്കുന്ന എല്ലാ PTA, മദർ PTA അംഗങ്ങൾക്കും രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ PTA പ്രസിഡന്റ് ശ്രീ മോഹനൻ, PTA വൈസ് പ്രസിഡന്റ് ശ്രീ സജീവൻ, മദർ PTA ശ്രീമതി ജസീറ്റ എന്നിവർ ഏറ്റെടുത്ത കർത്തവ്യം ഭംഗിയായി നിർവഹിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.